ഹായ് ഓൾ, ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന പരീക്ഷകളിൽ സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന ഭാഗം. നമുക്കറിയാം 5 മാർക്കോളം വരുന്ന സിലബസിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഇമ്പോർട്ടന്റ് ആക്ട്സ് അഥവാ സുപ്രധാന നിയമങ്ങൾ. അവിടെ നിന്നും സ്ത്രീകളെ സംബന്ധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമം, ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട്, അതായത് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി നിലവിൽ വന്ന വനിതാ കമ്മീഷൻ നിയമം 1990. അപ്പോ ഫസ്റ്റ് ആ ടൈറ്റിലിൽ നിന്നൊരു മാർക്കുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 1990 നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990. വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ നിയമത്തെ സംബന്ധിച്ച് ഇതിന്റെ പൂർണ്ണമായ അധ്യായങ്ങൾ, വകുപ്പുകൾ, ഇതിൽ വരുന്ന ദേശീയ വനിതാ കമ്മീഷൻ, അവയുടെ അധികാരങ്ങൾ, ചുമതലകൾ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം നമുക്ക് ഈ ക്ലാസ്സിൽ. സോ നേരെ വരുന്നു. ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ദംശനങ്ങളും അക്രമങ്ങളും തടയാനും, അതായത് ഈ ഇന്ത്യ രാജ്യത്ത് സവിശേഷമായി സ്ത്രീകളെ വലിയ രീതിയിൽ ഇമ്പോർട്ടന്റ് ആയി കാണുന്ന, വലിയ ബഹുമാനവും റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു കൾച്ചറാണ് ഇന്ത്യയിലുള്ളത്. എങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നേരിടുന്ന അതിക്രമങ്ങൾ, വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുവാനും, അത്തരത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ തടയാനും, സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പരമാവധി നീതി ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മിച്ച നിയമമാണ്. അതായത് ഇന്ത്യ മുഴുവൻ വ്യാപ്തിയുള്ള ഒരു നിയമമാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. ശ്രദ്ധിച്ചേ, ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച ചരിത്ര പ്രധാനമായ ഒരു നിയമമാണ് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചതിന് പിന്നിലുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സംഭവം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലേ. ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് രാജ്യത്ത് ദേശീയ വനിതാ കമ്മീഷൻ എന്ന സ്ഥാപനം നിലവിൽ വന്നത്. 2 പോയിന്റുകളായി. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം രാജ്യത്ത് നിലവിൽ വന്ന സ്ഥാപനമാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പഠിക്കുക. അപ്പൊ പ്രധാനമായും ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച നിയമമാണ്. ഇന്ത്യ മുഴുവൻ ഈ നിയമത്തിന് വ്യാപ്തിയുണ്ട്. മാത്രവുമല്ല, രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ, അവർ നേരിടുന്ന അതിക്രമങ്ങൾ, അവർ നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹാരം കണ്ടെത്താനും ഒരു സ്ഥാപനം രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം. ഇവിടെ നിങ്ങൾ സവിശേഷമായി ഓർക്കുക, നമ്മുടെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുന്നത് എന്തല്ല, വിവേചനമല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഭരണഘടനയില് മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, വിവേചനം പാടില്ല. ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം, ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുമ്പോഴും എടുത്തു പറയുന്നു 15 വിവേചനത്തിൽ ക്ലോസ് 3 പറയുന്നുണ്ട് എന്ത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പരിഗണന നൽകുന്നത് എന്തല്ല, വിവേചനമല്ല. 15 ക്ലോസ് 3. അപ്പൊ ഈ നിയമത്തിന് അടിസ്ഥാനമായ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളിലെ വകുപ്പ് 15 ക്ലോസ് 3
15 ക്ലോസ് 3 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമല്ല. സോ മുന്നോട്ട് പോകുന്നു. പൂർണ്ണമായി ശ്രദ്ധിക്കുക, ഫുള്ളായി കോൺസെൻട്രേറ്റ് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടന്റ്. 1990 മെയ് മാസം 22-ാം തീയതി, ആ പേര് നിയമത്തിനോടൊപ്പമുള്ള പേര് അല്ലെങ്കിൽ ആ വർഷം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. 1990 മെയ് 22-ന് VP സിംഗിന്റെ ഗവൺമെന്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ, ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ VP സിംഗ് ഗവൺമെന്റ് ആണ് രാജ്യം ഭരിക്കുന്നത്. VP സിംഗ് സർക്കാരിന്റെ കാലത്ത് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ ആദ്യമായി അവതരിപ്പിച്ചു. 1990 മെയ് മാസം 22-ാം തീയതി, 1990 മെയ് 22-ന് ഈ നിയമത്തിന് ഭാഗമായ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 90 മെയ് 22 VP സിംഗിന്റെ കാലത്താണ്, VP സിംഗ് ഗവൺമെന്റിന്റെ കാലമാണ്. തുടർന്ന് PV നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത്, അതായത് VP സിംഗ് ഗവൺമെന്റ് താഴെ പോകുന്നു, പുതുതായി അടുത്ത സർക്കാർ വരുന്നു. PV നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിന്റെ ഇരുസഭകളും ബില്ല് പാസ്സാക്കുന്നു. അപ്പോ 2 ഗവൺമെന്റുകൾ ഈ നിയമത്തിന്റെ സമയത്ത് മാറി വരുന്നുണ്ട്. VP സിംഗിന്റെ ഗവൺമെന്റ് ആണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 90 മെയ് മാസം 22-ാം തീയതി. ഇനി തൊട്ടടുത്ത് വന്ന PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് ലോക്സഭയും രാജ്യസഭയും ഈ നിയമത്തെ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു, പാസ്സാക്കുന്നു. അങ്ങനെ 1990 രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ദേശീയ വനിതാ കമ്മീഷൻ നിയമം, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990 നിലവിൽ വന്നു. അപ്പൊ ശ്രദ്ധിച്ചോളുക, ഫുള്ളായി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ത്യയില് ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ 1990 വനിതാ കമ്മീഷൻ നിയമം VP സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് ലോക്സഭയിൽ 90 മെയ് 22-ന് അവതരിപ്പിച്ചു. പിന്നീട് PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് ലോക്സഭയും രാജ്യസഭയും ഈ നിയമം പാസ്സാക്കുന്നു. അതേ തുടർന്ന് രാഷ്ട്രപതി 90-ൽ തന്നെ ഈ നിയമം ഒപ്പുവെക്കുകയും നിയമം നിലവിൽ വരികയും ചെയ്തു. നമുക്ക് നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്, അംഗീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ 90 ഓഗസ്റ്റ് 30. ശ്രദ്ധിച്ചേ, പ്രധാനമായും 2 ഡേറ്റുകളാണ് ഞാൻ പറഞ്ഞത്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 90 മെയ് 22 VP സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത്. പിന്നീട് രാഷ്ട്രപതി 1990 ഓഗസ്റ്റ് 30-ന് 1990 ഓഗസ്റ്റ് 30-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഏത് പ്രസിഡന്റ് ആണ്, ഏത് രാഷ്ട്രപതിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990-ൽ ഒപ്പുവെച്ചത്? 1990 ഓഗസ്റ്റ് 30-ന് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി മറ്റാരുമല്ല, R വെങ്കിട്ടരാമൻ. അപ്പൊ ഓർക്കുക, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, വനിതകൾക്ക് വേണ്ടിയുള്ള നിയമം. അപ്പൊ അവിടെ രാമൻ എന്ന് കണക്ട് ചെയ്യുക, രാമൻ എന്ന് ഓർക്കുക. R വെങ്കിട്ടരാമൻ ഒപ്പുവെച്ചു. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, ദേശീയ വനിതാ കമ്മീഷൻ നിയമം വനിത, വാ കൊണ്ടല്ലേ, വായല്ലേ എഴുതി തുടങ്ങുന്ന വനിത, 5 പോലെ ഓർക്കുക. 5 അധ്യായങ്ങൾ അഥവാ ചാപ്റ്റേഴ്സ് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലാകെ 5 അധ്യായങ്ങളാണ്. അധ്യായങ്ങളുടെ എണ്ണം 5. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ വകുപ്പുകൾ, സെക്ഷനുകൾ, ആർട്ടിക്കിളുകളുടെ എണ്ണം 17. 5 അധ്യായങ്ങളും 17 വകുപ്പുകളും. തെറ്റിക്കരുത്, കൃത്യമായി പഠിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ 5 അധ്യായങ്ങൾ, 17 വകുപ്പുകൾ, 5 ചാപ്റ്റേഴ്സ്, 17 സെഷനുകളാണ് ഉള്ളത്. ക്ലിയർ ആണ്? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ രാജ്യത്ത്
ദേശീയ വനിതാ കമ്മീഷൻ എന്ന സ്ഥാപനം നിലവിൽ വരാൻ കാരണമായ നിയമമാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. 1990 മെയ് മാസം 22-ാം തീയതി ലോക്സഭയിൽ VP സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് അവതരിപ്പിച്ചു. PV നരസിംഹറാവുവിന്റെ കാലത്ത് ഇത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാകുന്നു. 1990 ഓഗസ്റ്റ് 30 രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നു. അങ്ങനെ ഇത് നിയമമായി മാറുന്നു. R വെങ്കിട്ടരാമനാണ് ഈ നിയമത്തിൽ ഒപ്പുവെച്ചത്. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലാകെ 5 അധ്യായങ്ങൾ 17 വകുപ്പുകൾ. 5 അധ്യായങ്ങളും 17 വകുപ്പുകളുമാണ് ഈ നിയമത്തിനുള്ളത്. ഫുള്ളായിട്ട് ശ്രദ്ധിക്കണേ. ആ 5 അധ്യായങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെച്ച് വേണം മുന്നോട്ടേക്ക് പോകാൻ, വളരെ ഡീറ്റെയിൽ ആയിട്ട്. അധ്യായം 1 പ്രാരംഭികമാണ്, പ്രിലിമിനറി ആണ്. ഏതൊരു നിയമം നിങ്ങൾ പഠിച്ചാലും ആദ്യത്തെ അധ്യായം പ്രിലിമിനറി, പ്രാരംഭികം ആയിരിക്കും. അവസാനത്തെ അധ്യായം പല വക അല്ലെങ്കിൽ മിസലേനിയസ് ആയിരിക്കും. സോ ഒന്നും ലാസ്റ്റ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ സേഫ് ആണ്. കൃത്യമായി മനസ്സിലാക്കുക. 5 അധ്യായങ്ങൾ 17 വകുപ്പുകൾ. അധ്യായം 1 പ്രാരംഭികം, അധ്യായം 5 പല വക. ഇനി ശ്രദ്ധിച്ചേ, 2, 3, 4 വെരി 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 ഇമ്പോർട്ടന്റ്, എക്സാമിന് ചോദിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം പ്രതിപാദിക്കുന്ന അധ്യായം 2 ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വിമണിനെ പറ്റി പറയുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം അധ്യായം 2 ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകൾ. അധ്യായം 2 വനിതാ കമ്മീഷനെ രൂപീകരിക്കുന്നു. അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി അധ്യായം 4 വന്നാൽ ധനകാര്യവും അക്കൗണ്ടുകളും ഓഡിറ്റും സംബന്ധിച്ച അധ്യായമാണ്. ധനകാര്യം, അക്കൗണ്ടുകൾ, ഓഡിറ്റ്. ധനകാര്യ വിഷയങ്ങൾ, അക്കൗണ്ടുകളുടെ കൈകാര്യം ചെയ്യൽ, അതിന്റെ ഓഡിറ്റിംഗ്, അതിനെപ്പറ്റി പറയുന്ന അധ്യായം 4. ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പഠിക്കുക. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലാകെ 5 അധ്യായങ്ങൾ 17 വകുപ്പുകളാണുള്ളത്. അധ്യായം 1 പ്രാരംഭികം, അധ്യായം 2 ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം, അധ്യായം 3 വനിതാ കമ്മീഷന്റെ ചുമതലകൾ, അധ്യായം 4 ധനകാര്യം, അക്കൗണ്ടുകൾ, ഓഡിറ്റ്, അധ്യായം 5 പല വക. ഇത് മനസ്സിലുണ്ടാവണം, തെറ്റിക്കരുത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിയമത്തിനകത്തേക്ക് പോകാൻ. അധ്യായം 1 പ്രാരംഭികം, 2 ദേശീയ വനിതാ കമ്മീഷൻ, 3 കമ്മീഷന്റെ ചുമതലകൾ, 4 അക്കൗണ്ട്, ഓഡിറ്റ്, ധനകാര്യം, 5 പല വക. ഓക്കെയാണ്. ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ, ക്ലിയർ കട്ടായിട്ട് പഠിക്കണം. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഈ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമാനുസൃത സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷനിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, സ്ത്രീകളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ദേശീയ തലത്തിൽ രൂപപ്പെട്ട ഒരു സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ട് ശ്രദ്ധിച്ചേ. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടുന്ന് സ്ഥിരമായി ചോദ്യ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അഥവാ നിയമത്തിലൂടെ രൂപം കൊണ്ട സ്ഥാപനമാണ്. ഇതൊരു നിയമാനുസൃത സ്ഥാപനമാണ്. 3 രീതിയിൽ ചോദിക്കാം. അതായത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പ്രസ്താവന ശരി. അഥവാ ഒരു നിയമത്തിന്റെ പിൻബലത്തോടു കൂടി വന്ന, അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വന്ന സ്ഥാപനമാണ്. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. നിയമാനുസൃത സ്ഥാപനം, നിയമപ്രകാരം രൂപീകരിച്ച സ്ഥാപനം, അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം നിയമം എന്നാവുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമാനുസൃത സ്ഥാപനമാണ്. പ്രസ്താവന ശരി. ഇനി ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചതിന് പിന്നിലുള്ള നിയമം, ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 ആണ്. സംശയമില്ല. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരം രൂപീകരിച്ച നിയമാനുസൃത സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഓക്കെ. ഇനി
ശ്രദ്ധിച്ചേ, ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം പ്രതിപാദിക്കുന്ന അധ്യായം ഓർമ്മയുണ്ടോ? ആകെ 5 അധ്യായങ്ങൾ, 17 വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. അതിൽ അധ്യായം 2 എന്നല്ലേ പഠിച്ചത്? ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് നിയമത്തിൽ പ്രതിപാദിക്കുന്ന അധ്യായം 2. അധ്യായം 2ൽ ഉൾപ്പെട്ടിരിക്കുന്ന വകുപ്പുകളിലേക്ക് വാ. അധ്യായം 2ൽ ഉൾപ്പെട്ടിരിക്കുന്ന സെഷനുകൾ 3 മുതൽ 9 വരെ. അപ്പൊ അധ്യായം 2ൽ 3 മുതൽ 9 വരെ ദേശീയ വനിതാ കമ്മീഷനെ സംബന്ധിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളുക, ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം പ്രതിപാദിക്കുന്ന അധ്യായം 2ൽ ഉൾപ്പെടുന്ന സെക്ഷനുകൾ 3 മുതൽ 9 വരെ. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, തെറ്റിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പീറ്റ് വാല്യൂ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഈ നിയമപ്രകാരം രാജ്യത്ത് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം, മാസം, ഡേറ്റ് തെറ്റിക്കുകയേ ചെയ്യരുത്. ഇന്ത്യ രാജ്യത്ത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, മാസം, ഡേറ്റ് 92 ജനുവരി മാസം 31-ാം തീയതി. ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ, എഴുതി പഠിക്കണേ. റിപ്പീറ്റ് വാല്യൂ ഉള്ള ചോദ്യമാണ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം, മാസം, ഡേറ്റ് 1992 ജാനുവരി മാസം 31. 92 ജാനുവരി 31 രൂപീകരിച്ചു. നിയമം ഏതാ? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം 92 ജാനുവരി 31 രാജ്യത്ത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. പ്രസ്താവന ശരിയാണ്. ആസ്ഥാനം എവിടെയാ? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിർഭയ ഭവൻ ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം, മാസം, ഡേറ്റ് 92 ജാനുവരി 31. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ ന്യൂഡൽഹി. ക്ലിയർ ആണ്, വ്യക്തമാണ്, മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ, അധ്യായം 2 സെക്ഷനുകൾ 3 മുതൽ 9 വരെയാണ്. ശ്രദ്ധിക്കുക, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ മക്കളെ, തെറ്റിക്കുകയും ചെയ്യരുത്. അടുത്ത പോയിന്റിലേക്ക് വരിക. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ കാണാതെ പഠിക്കണ്ട. അതായത് ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്രത്തിൽ ഏത് വകുപ്പ്, ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ വനിതാ കമ്മീഷന്റെ വനിതയിൽ തന്നെ തുടങ്ങുക. വനിതാ ശിശുക്ഷേമ മന്ത്രാലയം, വനിതാ ശിശു വികസന മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പൊ നിലവില് ഈ 2026 നമ്മൾ സംസാരിക്കുമ്പോ നിലവില് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാ? ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി. നിലവിലെ ദേശീയ തലത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം, ദേശീയ വനിതാ കമ്മീഷന്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരണം എക്സാമിന് ചോദിച്ചതാണ്. രാഷ്ട്രമഹിള ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇത് പ്രസിദ്ധീകരിക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നു. രാഷ്ട്രമഹിള ഇംഗ്ലീഷിലും ഹിന്ദിയിലും പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേടാ. ദേശീയ വനിതാ ദിനം ഇന്ത്യയില് ഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. നാഷണൽ വുമൻസ് ഡേ ഇന്ത്യയിൽ, ദേശീയ വനിതാ ദിനം ഇന്ത്യയിൽ എന്താ? അത് ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ്. എക്സാമിന് ചോദിക്കുമ്പോൾ ആ ചോദ്യം വളരെ കൃത്യമായി വായിക്കുക. ദേശീയ വനിതാ ദിനം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിൽ വനിതാ ദിനം, ഇന്ത്യയില് ദേശീയ വനിതാ ദിനം ഫെബ്രുവരി മാസം 13-ാം തീയതി സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. എന്നാൽ ലോക വനിതാ ദിനം എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ വുമൻസ് ഡേ മാർച്ച് മാസം 8-ാം തീയതി, മാർച്ച് 8 ലോക വനിതാ ദിനം, മാർച്ച് 8 ലോക വനിതാ ദിനം, ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. ഇനി 2026 മാർച്ച് 8 കഴിഞ്ഞു. സോ
തീം ഫോർ ദ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആർ ഗീവ് ടു ഗെയിൻ. നേട്ടത്തിനായി നൽകുക, നേട്ടത്തിനായി നൽകുക എന്നതാണ് ഗീവ് ടു ഗെയിൻ, നേട്ടത്തിനായി നൽകുക. അതായത് ഒരു കാര്യവും വെറുതെ ചെയ്തു കൊടുക്കാതിരിക്കുക, ഫ്രീ ആയി ചെയ്തു കൊടുക്കാതിരിക്കുക, മറിച്ച് ഗീവ് ടു ഗെയിൻ, ഗീവ് ടു ഗെയിൻ, നേട്ടത്തിനായി നൽകുക. 2026 അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 പ്രമേയമാണ് ഗീവ് ടു ഗെയിൻ, ഗീവ് ടു ഗെയിൻ, നേട്ടത്തിനായി നൽകുക. ഇനി ഇന്ത്യയിൽ നിർഭയ ദിനം എന്നൊരു ദിനം കൂടിയുണ്ട്. നിർഭയ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മാസം 16-ാം തീയതിയാണ്. എക്സാമിന് ചോദിച്ചാൽ എഴുതുക ഡിസംബർ 16. ഇന്ത്യയില് നിർഭയ ദിനം, നിർഭയ ദിനം ഡിസംബർ 16. 3 പ്രധാനപ്പെട്ട ഡേറ്റുകൾ പഠിച്ചു. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം, ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനം, ഇന്ത്യയില് ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ഡിസംബർ 16 നിർഭയ ദിനം, ഡിസംബർ 16. ഓക്കെ, ശ്രദ്ധിച്ചേ, ക്ലിയർ ആണ്, സെറ്റ് ആണ്, വ്യക്തമാണ്, മുന്നോട്ട് പോവുകയാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് പോയാൽ നമ്മൾ പറഞ്ഞു അധ്യായം 2, അധ്യായം ചാപ്റ്റർ 2 3 മുതൽ 9 വരെ വകുപ്പുകളിലാണ് ഇത് പറയുന്നത്. ശ്രദ്ധിച്ചോളുക. സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന നിയമത്തിലെ സെഷൻ 3 ക്ലോസ് 1. അപ്പൊ ശ്രദ്ധിച്ചേടാ, എക്സാമിന് ചോദിക്കുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണത്തെ പ്രതിപാദിക്കുന്ന 1990 നിയമത്തിലെ അധ്യായം ഏത്, വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ തെറ്റിപ്പോരുത്. അധ്യായം 2 ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം, വകുപ്പ് 3. അപ്പൊ അധ്യായം 2 ചാപ്റ്റർ 2 വകുപ്പ് 3 ക്ലോസ് 1 പറയുന്നു ഒരു ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കണം. അധ്യായം 2 സെക്ഷൻ 3 ക്ലോസ് 1. ഓക്കെ, തെറ്റിക്കരുത്. ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ്. ഓക്കെ, ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഇനി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, മുന്നോട്ടേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വേഗത്തിലൊന്ന് റിവൈസ് ചെയ്ത് പോകണം. ഫുൾ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമത്തിന്റെ പേരെന്താ? ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. 1990 മെയ് മാസം 22-ാം തീയതി ഈ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചു. VP സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടമാണ്. പിന്നീട് PV നരസിംഹറാവു കാലഘട്ടത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇത് പാസ്സാക്കുന്നു. 1990 ഓഗസ്റ്റ് മാസം 30-ാം തീയതി പ്രസിഡന്റ് ആയിരുന്ന, രാഷ്ട്രപതിയായിരുന്ന R വെങ്കിട്ടരാമൻ ഇതിൽ ഒപ്പുവെക്കുന്നു. അങ്ങനെ ഈ നിയമം പാസ്സാവുന്നു. ആകെ 5 അധ്യായങ്ങൾ, 17 വകുപ്പുകൾ. 5 അധ്യായങ്ങളും 17 വകുപ്പുകളുമാണ് നിയമത്തിലുള്ളത്. പൂർണ്ണമായി കൃത്യമായി ശ്രദ്ധിച്ചു നമ്മൾ പഠിച്ചു. പ്രാരംഭികം അധ്യായം 1, ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം അധ്യായം 2, വനിതാ കമ്മീഷന്റെ ചുമതലകൾ അധ്യായം 3, ഫിനാൻസ്, ഓഡിറ്റ്, അക്കൗണ്ട് അധ്യായം 4, അധ്യായം 5 പലവക അല്ലെങ്കിൽ മിസലേനിയസ്. ഓക്കെ, പിന്നീട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കമ്മീഷനിലേക്ക് വന്നു. ദേശീയ വനിതാ കമ്മീഷൻ എന്നത് രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർ നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമാണ്. ഇതൊരു നിയമാനുസൃത സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമം വഴി രൂപീകൃതമായ സ്ഥാപനമാണെന്ന് പഠിച്ചു. 1990 നിയമപ്രകാരം രാജ്യത്ത് ഈ സ്ഥാപനം നിലവിൽ വരുന്നത് 1992 ജാനുവരി മാസം 31-ാം തീയതി. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ, ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ ആണ്. അധ്യായം 2 സെക്ഷൻ 3 മുതൽ 9 വരെ ദേശീയ വനിതാ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഈ ദേശീയ വനിതാ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാ, ഏത് വകുപ്പിന് കീഴിലാണെന്ന് നമ്മൾ പഠിച്ചത്? അത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം. നിലവിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഓർമ്മയുണ്ടോ? രാഷ്ട്രമഹിള. രാഷ്ട്രമഹിള ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുന്നു. രാഷ്ട്രമഹിള ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുന്നു. രാഷ്ട്രമഹിള. ഇനി ശ്രദ്ധിച്ചേ, പ്രധാനമായും 3 തീയതികൾ പഠിച്ചു.
ലോക വനിതാ ദിനം മാർച്ച് 8, 2026 പ്രമേയം ഗീവ് ഇറ്റ് ടു ഗെയിൻ, നേട്ടത്തിനായി നൽകുക. നിർഭയ ദിനം ഡിസംബർ 16. ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനം. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. പിന്നീട് നമ്മൾ ഇതാ പോകുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അധ്യായം 2 സെഷൻ 3 ക്ലോസ് 1 ഇത് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോളുക. സ്ട്രക്ചർ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ദേശീയ വനിതാ കമ്മീഷന്റെ ഘടന എന്താണെന്ന് കൃത്യമായി പഠിക്കുക. സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. നോക്കിക്കേ, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ദേശീയ വനിതാ കമ്മീഷനിലേക്ക് വരുമ്പോൾ അതിന്റെ ഘടന എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ, കമ്മീഷനിൽ ആകെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. 6 പേരാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ഉള്ളത്, ചെയർമാൻ ഉൾപ്പെടെ. അതായത് ഒരു ചെയർമാനും 5 അംഗങ്ങളും. ചെയർപേഴ്സൺ എന്നോ ചെയർമാൻ എന്നോ ചോദ്യത്തിൽ വരാം. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 6 പേര്. 1 + 5. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം ദേശീയ വനിതാ കമ്മീഷനിൽ ആകെ 6 പേര്, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. ഇവരെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്തെഴുതും? ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ആണ് ഉള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, അപ്പൊ 6 പേരായി. ഇത് കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട് എന്ന് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്. ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ ഇങ്ങനെ പഠിക്കുക. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ ആകെ 6 പേരാണ് ഉള്ളത്. ഇനി ഇത് കൂടാതെ ഇവരുടെ ഒരു കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് മെമ്പർ സെക്രട്ടറി. അപ്പൊ എക്സാമിന് 1 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉള്ളത്. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. പ്രസ്താവന ശരിയാണ്. പഠിച്ചോളുക, ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. ശ്രദ്ധിച്ചേ. ഇനി ചെയർപേഴ്സൺ ആവണമെങ്കിൽ എന്ത് യോഗ്യതയാണ് വേണ്ടത്? ആകെ 6 പേര്, ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ. അതിൽ ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത എന്താണ്? സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തി ആയിരിക്കണം. നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആവണമെങ്കിൽ, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആവണമെങ്കിൽ വേണ്ട യോഗ്യത എന്താ? സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തി ആയിരിക്കണം. സ്ത്രീകളുടെ വിഷയങ്ങളിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അവരെ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു. ഇനി 5 അംഗങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ 5 അംഗങ്ങളെയും നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ആ 5 അംഗങ്ങളെയും കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നതും നാമനിർദ്ദേശം ചെയ്യുന്നതും. ഇനി 5 അംഗങ്ങളുടെ യോഗ്യതയിലേക്ക് വന്നാൽ, 5 അംഗങ്ങളുടെ യോഗ്യതയിലേക്ക് വന്നാൽ, ചെയർപേഴ്സന്റെ യോഗ്യത നമ്മൾ പറഞ്ഞു. സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തി ആയിരിക്കണം. ഈ അംഗങ്ങളിലേക്ക് വന്നാൽ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചോളുക. നിയമത്തിലോ നിയമനിർമ്മാണത്തിലോ നിയമവുമായി അറിവുള്ള ആളുകൾ, അല്ലെങ്കിൽ ലോ മേക്കിങ്ങുമായി ബന്ധമുള്ള ആളുകൾ, നിയമത്തിലോ നിയമനിർമ്മാണത്തിലോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലോ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലോ സ്ത്രീകളുടെ തൊഴിൽ സാധ്യത കൂടുതലുള്ള വ്യവസായം, സംഘടനകൾ എന്നിവയുടെ നടത്തിപ്പിലോ. ഓരോരുത്തരുടെ യോഗ്യത പറയുകയാണ്. ചെയർപേഴ്സന്റെ യോഗ്യത നമ്മൾ പറഞ്ഞു, സ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിബദ്ധതയുള്ള വ്യക്തി ആയിരിക്കണം. ഇനി അംഗങ്ങൾ 5 പേരുടെ യോഗ്യതയിലേക്ക് വന്നാൽ നിയമം, നിയമ നിർമ്മാണം, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യത കൂടുതലുള്ള മേഖലകൾ, അവരുടെ സംഘടനകൾ എന്നിവയിൽ പ്രവർത്തിച്ചുള്ള പരിചയം, അല്ലെങ്കിൽ ഭരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭരണം, സാമൂഹിക ക്ഷേമം എന്നീ മേഖലയിൽ പരിചയവും സ്വഭാവശുദ്ധിയുമുള്ള വ്യക്തികൾ ആയിരിക്കണം. ആ പോയിന്റ് പ്രത്യേകം നോക്കുക. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും നിയമം, നിയമ നിർമ്മാണം,
ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിച്ചുള്ള പരിചയമോ, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം പോലെയുള്ള മേഖലകളിലോ പ്രവർത്തിച്ചുള്ള പരിചയം. ഇനി പ്രത്യേകം എടുത്തു പറയുന്നു, സ്വഭാവശുദ്ധിയുള്ള വ്യക്തികളായിരിക്കണം. ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള സ്വഭാവശുദ്ധിയുള്ള വ്യക്തികളായിരിക്കണം അംഗങ്ങളായി വരേണ്ടത്. ഇനി ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും എന്ന് നമ്മൾ പറയുമ്പോൾ ആ അംഗങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എക്സാമിന് ചോദിക്കും. വനിതാ കമ്മീഷന്റെ അംഗങ്ങളിൽ ഓരോ അംഗങ്ങൾ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അതായത് ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ ആകെ 6 പേരുണ്ട്. ഈ 5 അംഗങ്ങളിൽ ഓരോരുത്തർ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. നിയമത്തിൽ പ്രത്യേകം പറയുന്നു, വനിതാ കമ്മീഷന്റെ അംഗങ്ങളിൽ ഓരോ അംഗങ്ങൾ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അപ്പൊ എക്സാമിന് ചോദിച്ചാൽ ക്ലിയർ കട്ടായിട്ട് എഴുതുക. ദേശീയ വനിതാ കമ്മീഷൻ അധ്യായം 2 വകുപ്പ് 3(1) പ്രകാരം രൂപീകരിക്കുന്നു. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും. ആകെ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 6 പേരാണ് അംഗങ്ങളായിട്ട് പഠിക്കേണ്ടത്. ചെയർപേഴ്സന്റെ യോഗ്യത സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരിക്കണം. അംഗങ്ങളുടെ യോഗ്യത നമ്മൾ പറഞ്ഞു, നിയമനിർമ്മാണം, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, സ്ത്രീകളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട മേഖലകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിലുള്ള പരിചയം പ്ലസ് സ്വഭാവശുദ്ധിയുള്ള വ്യക്തികൾ ആയിരിക്കണം. എടുത്തു പറയുന്നു, അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ്. അടിവരയിട്ട് പഠിക്കുക. ഇനി മെമ്പർ സെക്രട്ടറി എന്നൊരു പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞു. ചെയർമാനെയും അംഗങ്ങളെയും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും, നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇവരുടെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥരായിട്ട് ഈ ഒരു കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്പർ സെക്രട്ടറി, കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ സെക്രട്ടറിയും ഈ ഒരു കമ്മീഷന്റെ ഭാഗമായി ഉണ്ടാവും. ഇനി മെമ്പർ സെക്രട്ടറിയുടെ യോഗ്യത എന്താ? മെമ്പർ സെക്രട്ടറി ആവാനുള്ള യോഗ്യതയിലേക്ക് വന്നാൽ ഭരണം, സംഘടനാ സംവിധാനം, സാമൂഹ്യ ശാസ്ത്ര പ്രസ്ഥാനത്തിൽ നിന്നുള്ള വിദഗ്ധൻ ആയിരിക്കണം. അപ്പൊ 2 രീതിയിൽ പറയുന്നുണ്ട്. An expert in the field of management, organizational structure or sociological moment. അതായത് മെമ്പർ സെക്രട്ടറി ആയിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്റെ യോഗ്യതയിലേക്ക് വന്നാൽ ഭരണരംഗത്തോ സംഘടനാ രംഗത്തോ സാമൂഹ്യ ശാസ്ത്ര മേഖലയിലോ പ്രാവീണ്യമുള്ള ഒരാൾ, ഭരണം, സാമൂഹ്യശാസ്ത്രം, സംഘടനാ സംവിധാനം, അല്ലെങ്കിൽ യൂണിയൻ സിവിൽ സർവീസിലോ ഓൾ ഇന്ത്യ സർവീസിലോ അംഗമായിരിക്കുകയോ ഒരു സിവിൽ തസ്തികയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കണം. അപ്പൊ അതൊരു നോർമൽ പോസ്റ്റ് അല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നൊരു ലെവലിൽ വരുന്ന പോസ്റ്റ് ആണ്. സോ ആൻ ഓഫീസർ ഹു ഈസ് എ മെമ്പർ ഓഫ് സിവിൽ സർവീസ് ഓഫ് യൂണിയൻ ഓർ ഓൾ ഇന്ത്യ സർവീസ് ഓഫ് ഹോൾഡ് പോസ്റ്റർ അണ്ടർ യൂണിയൻ വിത്ത് എക്സ്പീരിയൻസ്. ഇപ്പൊ മെമ്പർ സെക്രട്ടറി ആവണമെങ്കിൽ കുറച്ചുകൂടി യോഗ്യത കൂടുതൽ വേണം. എടുത്തു പറയട്ടെ, ഭരണരംഗത്തോ സംഘടനാ രംഗത്തോ സാമൂഹ്യശാസ്ത്ര മേഖലയിലോ പ്രാവീണ്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലോ കേന്ദ്ര സർവീസിലോ യൂണിയൻ സർവീസിലോ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾക്കായിരിക്കും മെമ്പർ സെക്രട്ടറി ആവാൻ സാധിക്കുക. ഓക്കെ, ഇനി നിലവിൽ എക്സാമിന് റീസെന്റ് ചോദിച്ച ചോദ്യമാണ്. നിലവിലെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണെന്ന് ചോദിക്കും. ഇപ്പോൾ നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. 2024 ഒക്ടോബർ 22 മുതൽ ഈ ഒരു പദവി കൈകാര്യം ചെയ്യുന്നു. വിജയ കിഷോർ രഹത്കർ നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയെ ചോദിച്ചാൽ ജയന്തി പട്നായിക്. 92-95 കാലഘട്ടം. 2 കാര്യങ്ങളും സ്റ്റാറ്റിക് ആയിട്ട് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ജയന്തി പട്നായിക്. നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ.
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധിയിലേക്കാണ് പോകുന്നത്. ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം 3 വർഷം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം 65 വയസ്സ്. ഇതിൽ 65 വയസ്സ് എന്നത് നിയമത്തിൽ കൃത്യമായി പരാമർശിക്കുന്നില്ല. പക്ഷെ എക്സാമിന് സ്ഥിരമായി ചോദിക്കുമ്പോൾ 3 വർഷം 65 വയസ്സ്. ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ ആകെ 6 പേര് പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി ആണുള്ളത്. സോ ഇതിൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. 3 വർഷം 65 വയസ്സ്. 3 വർഷം 65 വയസ്സ്. തെറ്റിക്കുകയേ ചെയ്യരുത്. ഇനി നമ്മൾ സുപ്രധാന നിയമങ്ങളിൽ ഇതുപോലെ കമ്മീഷൻസ് പഠിക്കുമ്പോൾ പല കാലാവധികൾ പഠിക്കും. സോ തെറ്റിപ്പോരുത്, കൃത്യമായിരിക്കണം, ഫാക്ച്വൽ ആയിരിക്കണം. സോ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ നിങ്ങളോട് പറയാറുള്ള ഒരു കോഡ് തന്നെയാണ് 365 ദിവസം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ പൊതുവെ. പ്രത്യേകിച്ച് സ്ത്രീകൾ, അമ്മമാർ, സഹോദരങ്ങളൊക്കെ പൊതുവെ നമ്മളോട് പറയുകയാണ് 365 ദിവസവും ഞങ്ങൾ എൻഗേജ്ഡ് ആണ്, ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഞങ്ങൾ എൻഗേജ്ഡ് ആണ്, ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല എന്ന് പൊതുവെ പറയാറുള്ളത് സ്ത്രീകളാണ്. സോ കണക്ട് ചെയ്യുക, 365 എന്ന് കണക്ട് ചെയ്യുക. 3 വർഷം 65 വയസ്സ് ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംശയമേ വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യുന്നതും നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. തെറ്റിക്കേണ്ട, ക്ലിയർ ആണ്. ഇനി ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടത്, റെസിഗ്നേഷൻ നൽകേണ്ടത് ആർക്കാ? ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടതും ആർക്ക് തന്നെയാ? കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. മെമ്പർ സെക്രട്ടറി ഒഴികെ, മെമ്പർ സെക്രട്ടറിയുടെ കാര്യം ഒഴികെയാണ് പറയുന്നത്. ചെയർമാനും അംഗങ്ങളും അവരുടെ രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. ഓക്കെ, ഇനി ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത് ആരാ? കേന്ദ്ര സർക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ടോപ്പിക്കിൽ ദേശീയ വനിതാ കമ്മീഷനിൽ വേറെ ഏതെങ്കിലും ഒരു പേര് ഞാൻ പറഞ്ഞോ? നിയമിക്കുന്നത്, നാമനിർദ്ദേശം ചെയ്യുന്നത്, രാജിക്കത്ത് സ്വീകരിക്കുന്നത്, നീക്കം ചെയ്യുന്നത് എല്ലാം കേന്ദ്ര സർക്കാരാണ്. സംശയം വേണ്ട. ഇവിടെ ഒരു കോഡുണ്ട് ഓർത്തിരിക്കാൻ. പൊതുവെ ഞാനും നിങ്ങളും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ആരെ അന്വേഷിക്കുക? അമ്മയെയാണ്, അല്ലെങ്കിൽ വനിത എന്നുള്ള രീതിയിൽ ആലോചിക്കുക. വീടാവണമെങ്കിൽ അവിടെ ഒരു ആരുണ്ടാവണം? വനിതകൾ ഉണ്ടാവണം, അമ്മയുണ്ടാവണം. അവര് കേന്ദ്രമാണ്, വീടിന്റെ കേന്ദ്രമാണ് നമ്മൾ പൊതുവെ പറയും. അപ്പോൾ വനിതാ കമ്മീഷനും കേന്ദ്രവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കേന്ദ്ര സർക്കാർ എന്നത് മാത്രമാണ് ഇവിടെ ഉത്തരവായിട്ട് വരാറുള്ളത്. വേറെ ഒന്നും അവിടെ സാധാരണഗതിയിലില്ല. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജി സ്വീകരിക്കുന്നത്, അതുപോലെ നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ എന്ന് പഠിക്കുക. കാലാവധി 3 വർഷം 65 വയസ്സ്. നീക്കം ചെയ്യുന്നത്, നിയമിക്കുന്നത്, രാജി സ്വീകരിക്കുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ എന്ന് പഠിക്കുക. ഇനി ചെയർപേഴ്സണെയും അംഗങ്ങളെയും പുറത്താക്കാനുള്ള കാരണങ്ങൾ പറയുന്ന സെക്ഷൻ 4 ക്ലോസ് 3. വകുപ്പ് 4 ക്ലോസ് 3 പറയുന്നു, ചെയർപേഴ്സണെയും അംഗങ്ങളെയും കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എടുത്ത് വെളിയിൽ കളയാം. പുറത്താക്കുന്നതിനുള്ള കാരണങ്ങളിലേക്ക് വന്നാൽ 4 ക്ലോസ് 3 പറയുന്ന കാരണങ്ങൾ കൃത്യമായി പഠിച്ചുകൊള്ളുക. 1, പാപ്പരായാൽ, നിർധനനായി തീരുക. എന്താണ് ഈ പാപ്പരായി തീരുക, നിർധനനായി തീരുക? നമ്മൾ ബാങ്ക്രപ്സി എന്ന് പറയാറുണ്ട്. പൊതുവെ ഒരു വ്യക്തി അയാളുടെ കയ്യിലുള്ള സമ്പാദ്യത്തെക്കാൾ കൂടുതൽ ലയബിലിറ്റീസ് വരുന്നൊരവസ്ഥ, ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യതകൾ ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ പോകുന്നത് കരുതാം. സോ ഒരാൾ പാപ്പരാവുക, നിർധനനാവുക, ബാങ്ക്രപ്സിയിലേക്ക് പെടുക. അപ്പൊ ഒരാൾ പാപ്പരായാൽ, ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാനോ അംഗങ്ങളോ ഉൾപ്പെടുന്ന ആരെങ്കിലും പാപ്പരാവുകയാണെങ്കിൽ, നിർധനനാവുകയാണെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം, പുറത്താക്കാം. വകുപ്പ് 4 ക്ലോസ് 3 പ്രകാരം. ഇനി ശ്രദ്ധിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ.
കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ സദാചാര ലംഘന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ ഒരു വ്യക്തി പാപ്പരാവുകയാണ്, പിന്നെ അയാൾ ഏത് രീതിയിലും പണം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് കരുതുക, കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സോ അയാൾ സദാചാര വിരുദ്ധമായ മാർഗങ്ങളിലൂടെയൊക്കെ പൈസ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. സോ ഒന്ന് പാപ്പരാവുക, രണ്ട് സദാചാര ലംഘന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതായിട്ട് ബോധ്യപ്പെടുക. മൂന്ന്, കോടതിയുടെ അഭിപ്രായത്തിൽ മാനസിക അസ്വാസ്ഥ്യമുള്ളവനായി തീർന്നാൽ. സ്വാഭാവികമായും പാപ്പരായ ഒരാളുടെ മാനസികാവസ്ഥ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോ കോടതിയുടെ നിരീക്ഷണത്തിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളായി ബോധ്യപ്പെടുന്നു. മൂന്ന് കാരണങ്ങൾ പറഞ്ഞേ. ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാനോ അംഗങ്ങളെയോ പുറത്താക്കാൻ സാധിക്കും. വകുപ്പ് 4 ക്ലോസ് 3 പ്രകാരമുള്ള കാരണങ്ങൾ പറയുമ്പോൾ പാപ്പരാവുക, ബാങ്ക്രപ്സി ആയി തീരുക, നിർധനനാവുക. അല്ല എങ്കിൽ പറഞ്ഞ കാരണം എന്താണ്? സദാചാര ലംഘന കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക. മൂന്നാമതായി പറയുന്നു മാനസിക അസ്വാസ്ഥ്യമുള്ള ആളായിട്ട് കോടതിക്ക് ബോധ്യപ്പെടുക. ഇനി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോ പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്തവനോ ആയാൽ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാൻ അല്ലെങ്കിൽ അംഗങ്ങൾ എന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. 6 പേർക്ക് ആവാൻ കഴിയുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിയ ഒരാള് പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോ പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്തവരോ ആയാൽ എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഈ 6 പേരിലേക്ക് ഒരാളാകുന്ന ഒരാള് പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്നു, പ്രവർത്തിക്കാൻ പ്രാപ്തി ഇല്ലാതായാൽ എടുത്ത് വെളിയിൽ കളയാം. ഇനി കമ്മീഷനിൽ നിന്നും അവധിക്ക് അനുവാദമില്ലാതെ, സാധാരണഗതിയിൽ ഒരു കമ്മീഷൻ ആണെങ്കിലും അവർ മനുഷ്യരാണ്, അവർക്ക് അവധിയുടെയൊക്കെ ആവശ്യകത ഉണ്ടാവാം. പക്ഷേ കമ്മീഷനിൽ നിന്നും അവധിക്ക് അനുവാദമില്ലാതെ കമ്മീഷന്റെ 3 തുടർച്ചയായ യോഗങ്ങളിൽ ഹാജരാകാതെ ഇരുന്നാൽ, അതായത് ദേശീയ വനിതാ കമ്മീഷനിലെ അവരുടെ 3 യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതെ ഇരിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാനോ അംഗമോ ആയിട്ടുള്ള ഒരാൾ കമ്മീഷന്റെ തുടർച്ചയായ എത്ര യോഗങ്ങളിലാ? 3 യോഗങ്ങളിൽ, തുടർച്ചയായ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നു. അയാളെ പുറത്താക്കാം. അതായത് എന്ത് ചെയ്തിട്ടില്ല? മുൻകൂട്ടിയുള്ള അനുവാദമില്ല, നേരത്തെ അറിയിച്ചിട്ടില്ല, അവധി അറിയിച്ചിട്ടില്ല, തുടർച്ചയായ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇരുന്നാൽ പുറത്താക്കാം. ശ്രദ്ധിച്ചേ, വകുപ്പ് 4 ക്ലോസ് 3 പ്രകാരം 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കും. ആരാണ് നീക്കം ചെയ്യുക? കേന്ദ്ര സർക്കാരാണ് നീക്കം ചെയ്യുക. കാരണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? പാപ്പരാവുക, അതുപോലെ സദാചാര ലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ടതായി ബോധ്യപ്പെടുക, മാനസികമായി അസ്വാസ്ഥ്യം ഉള്ള ആളായി മാറുക. 4-മതായി പറഞ്ഞു പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോ പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാതാവുകയോ ചെയ്യുക. അവസാനമായി പറഞ്ഞു കമ്മീഷന്റെ തുടർച്ചയായ 3 മീറ്റിങ്ങുകളിൽ അനുവാദമില്ലാതെ പങ്കെടുക്കാതെ ഇരിക്കുക. ഒരു പോയിന്റ് കൂടി ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്തരത്തിൽ ചെയർപേഴ്സണെ ഉൾപ്പെടെ മാറ്റിയ ചരിത്രവും ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ ചെയർമാൻ അല്ലെങ്കിൽ മെമ്പർ എന്ന നിലയിൽ ആ സ്ഥാനത്ത് തുടരുന്നത് പൊതുജന താല്പര്യത്തിന് എതിരാണെന്ന് തോന്നിയാൽ നീക്കം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ കേരളത്തിലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന MC ജോസഫൈനെ ഒരു വിവാദ സംഭവത്തെ തുടർന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം മാറിയതിനെ തുടർന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ട്, നീക്കം ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. സോ ശ്രദ്ധിച്ചോളുക, പൊതുജന അഭിപ്രായം കേന്ദ്ര സർക്കാരിന് മനസ്സിലാവുന്നു, ചെയർമാനോ അംഗങ്ങളോ തൽസ്ഥാനത്ത് തുടരാൻ അർഹരല്ല, എടുത്ത് വെളിയിൽ കളയാം. സോ 6 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. 4 ക്ലോസ് 3 പ്രകാരം പാപ്പരാവുക, കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിൽ സദാചാര ലംഘനത്തിന് ശിക്ഷിക്കപ്പെടുക, മാനസിക അസ്വാസ്ഥ്യമുള്ളവരായി തീർന്നാൽ പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോ പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാതെയോ ആയി മാറാം. അല്ല എങ്കിൽ കമ്മീഷനിൽ നിന്നും അവധിക്ക് അനുവാദമില്ലാതെ കമ്മീഷന്റെ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇരിക്കുക. കൂടാതെ നമ്മൾ പറഞ്ഞല്ലോ, ചെയർമാനോ മെമ്പർമാരോ പൊതുജന അഭിപ്രായ പ്രകാരം തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാത്തവരായി മാറാം. സോ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത്തരത്തിൽ ഈ പറഞ്ഞ കാരണങ്ങൾ നേരിടുന്ന ചെയർമാനും അംഗങ്ങളും അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷം മാത്രമേ
ആ സ്ഥാനത്ത് നിന്ന് അവരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മാറ്റാനോ നീക്കം ചെയ്യാനോ പാടുള്ളൂ. അതായത് നീക്കം ചെയ്യുന്നതിന് മുമ്പ് അംഗങ്ങൾക്ക് ന്യായങ്ങൾ പറയുവാനുള്ള അവസരം നൽകേണ്ടതാണ്. അപ്പൊ അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കണം പുറത്താക്കേണ്ടത്. സോ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കാലാവധി എത്രയാ? 3 വർഷം 65 വയസ്സ്. 3 വർഷം 65 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജി സ്വീകരിക്കുന്നത്, അവരെ നോമിനേറ്റ് ചെയ്യുന്നത് എല്ലാം ആര് തന്നെയാ? കേന്ദ്ര സർക്കാരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. ക്ലിയർ ആണ്? ഇനി 4 ക്ലോസ് 3 പ്രകാരം നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചു. പാപ്പരാവുക, സദാചാര ലംഘനത്തിന് ശിക്ഷിക്കപ്പെടുക, മാനസിക അസ്വാസ്ഥ്യമുള്ളവരായി തീരുക, പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോ പ്രാപ്തി ഇല്ലാതാവുകയോ ചെയ്യുക, അതുപോലെ തുടർച്ചയായ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇരിക്കുക, പൊതുജന അഭിപ്രായ പ്രകാരം അവർ തുടരാൻ അർഹതല്ലാതെയാവുക. ഇനി അവരുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഇനി ശ്രദ്ധിച്ചേ, ഇന്ത്യയുടെ ചരിത്രത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചവരെ പറ്റിയാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ 1990 നിയമപ്രകാരം 1992 ജാനുവരി 31 നിലവിൽ വന്ന ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ജയന്തി പട്നായിക്. അപ്പൊ സ്ത്രീകളുടെ പട നയിക്കാൻ, ജയിക്കാൻ വേണ്ടി, സ്ത്രീകളെ ജയിപ്പിക്കാൻ, അവരുടെ പട നയിക്കാൻ ഒരാൾ ആദ്യം വരുന്നു, ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്, ജയന്തി പട്നായിക് ആണ്. ഇനിയിപ്പൊ നിലവിൽ ആരാണെന്ന് നമുക്കറിയാം. നിലവിൽ നമ്മൾ പറഞ്ഞു വിജയ കിഷോർ രഹത്കർ. ഇവരുടെ 2 പേരുടെയും പേര് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി എക്സാമിന് ചോദിക്കാറുണ്ട്, ചുവടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടോ. ചുവടെ പറയുന്നവയിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷരായി വന്നിട്ടില്ലാത്തവരെ കണ്ടെത്തുക, അധ്യക്ഷരായിട്ടുള്ളവരെ കണ്ടെത്തുക എന്നിങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം. സോ ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ജയന്തി പട്നായിക് ആദ്യത്തെ അധ്യക്ഷ, നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ഇനി ആരൊക്കെ ഉണ്ടെന്ന പേരുകളൊന്ന് പരിചയപ്പെടുക, പേരുകളൊന്ന് ഫെമിലിയർ ആകുക. ഓപ്ഷനിൽ വന്നാൽ ഇവര് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റണം. സോ ആദ്യത്തേത് ജയന്തി പട്നായിക്. ഇനി രണ്ടാമത്തേത് വി മോഹിനി ഗിരി. മോഹിനി ഗിരി. അപ്പൊ മോഹിനി ഗിരിയെ ഓർക്കുക. അതായത് ജയന്തി, അപ്പൊ ജയിക്കാൻ ഒരു മോഹമില്ലേ? എല്ലാ സ്ത്രീകൾക്കും എല്ലാ വനിതകൾക്കും ജയിക്കാൻ ഒരു മോഹമുണ്ട് എന്ന് ഓർക്കുക. ജയം, മോഹം. ജയന്തി പട്നായിക്, മോഹിനി ഗിരി എന്ന് പഠിക്കുക. ഇനി പൂർണിമ അദ്വാനി. എടാ, വനിതകൾ അവർ ജയിക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് മോഹമുണ്ട്, ജയിക്കാൻ മോഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ജയന്തി പട്നായിക്, മോഹിനി ഗിരി. ഇനി അതെങ്ങനെയുള്ള ജയമാണ്? പൂർണ്ണമായ ഒരു ജയമാണ് അവർക്ക് വേണ്ടത്. പൂർണിമ അദ്വാനി. പൂർണിമ അദ്വാനി അവരാ ജയിക്കാൻ വേണ്ടി പൂർണ്ണമായി അധ്വാനിക്കാൻ തയ്യാറാണെന്ന് പഠിക്കുക. കണക്ട് ചെയ്ത് പോണേ. ജയന്തി പട്നായിക്, മോഹിനി ഗിരി, പൂർണിമ അദ്വാനി. ഇനി ശ്രദ്ധിച്ചേ, ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ്. മമത ശർമ്മ. ഗിരിജ വ്യാസ്. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യും? ആദ്യം പറഞ്ഞത് ജയിക്കാൻ മോഹമുണ്ട്, അതിനുവേണ്ടി ആ മോഹം പൂർണ്ണമാക്കാൻ വേണ്ടി അവർ അധ്വാനിക്കുന്നു. ജയന്തി പട്നായിക്, മോഹിനി ഗിരി, അതുപോലെ പൂർണിമ ബാനർജി. അതിന്റെ വിജയത്തിന്റെ അല്ലെങ്കിൽ പൂർണ്ണമായി അധ്വാനിച്ചാൽ ആ വിജയത്തിന്റെ വ്യാപ്തി കൂടുമെന്ന് ഓർക്കുക. ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ്. ജയന്തി പട്നായിക്, മോഹിനി ഗിരി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്. അല്ലെങ്കിൽ മോഹിനി ഗിരിയോടൊപ്പം ആ ഗിരിയിൽ നിന്നൊരു പേരൂടെ കണക്ട് ചെയ്യുക. ഗിരി കഴിഞ്ഞ് ഗിരിജ വ്യാസ് എന്ന് പഠിക്കുക. നമുക്ക് ഈ പേരുകളൊന്ന് മനസ്സിൽ ഫെമിലിയർ ആക്കുക. അധ്യക്ഷരായിട്ടിരുന്നിട്ടുള്ള ആകെ 8-9 പേരുടെ പേര് പഠിക്കാൻ എളുപ്പമാണ്. സോ ജയന്തി പട്നായിക്, മോഹിനി ഗിരി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്. മമത ശർമ്മ. വളരെ മമതയോടുകൂടി, സ്ത്രീകൾ വളരെ മമതയോടുകൂടിയാണ് എല്ലാവരോടും പെരുമാറുക, വളരെ ലളിതമായി. മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. മമത ശർമ്മ, രേഖ ശർമ്മ, ലളിത കുമാരമംഗലം.
ലളിത ശർമ്മ, മമത ശർമ്മ, രേഖ ശർമ്മ, ലളിത കുമാരമംഗലം. ആ പേരൊന്ന് കണക്ട് ചെയ്തേ, എളുപ്പമാണ്. ലാസ്റ്റ് നമ്മളിപ്പോ പഠിക്കുന്നത് വിജയ കിഷോർ രഹത്കർ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആളുകളെ എടുക്കുമ്പോൾ കൃത്യമായി പഠിക്കുക. ജയന്തി പട്നായിക്, ഇപ്പോഴത്തേത് വിജയ കിഷോർ രഹത്കർ. ഇനി ഓർഡറിലങ്ങ് പഠിച്ചേ. ജയന്തി പട്നായിക്, മോഹിനി ഗിരി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്, മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ ആൻഡ് ജയന്തി പട്നായിക്. കണക്ട് ചെയ്ത് പഠിക്കണേ, എക്സാമിന് ചോദിക്കും. ഓപ്ഷനിൽ ഈ 9 പേരെ അല്ലാതെ ഒരാളെ തന്നാൽ നിങ്ങൾക്ക് പിടികിട്ടണം. ക്ലിയർ ആയിട്ട് പഠിക്കണേ. ജയന്തി പട്നായിക്, മോഹിനി ഗിരി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്, മമത ശർമ്മ, ലളിത കുമാരമംഗലം, അതുപോലെ രേഖ ശർമ്മ ആൻഡ് വിജയ കിഷോർ രഹത്കർ. 2 തവണ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലെത്തിയ 2 പേരെ പഠിക്കാനുണ്ട്. രേഖ ശർമ്മ, ഗിരിജ വ്യാസ്. 2 പേരുടെയിലും രാ ഉണ്ടല്ലേ. 2 തവണ ഗിരിജ വ്യാസ്, രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് 2 തവണ വന്ന ആളുകളാണ് രേഖ ശർമ്മ, ഗിരിജ വ്യാസ്, രേഖ ശർമ്മ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി നമ്മൾ പറഞ്ഞു, ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാവും. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഉമാ പിള്ള. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഉമാ പിള്ള. മെമ്പർ സെക്രട്ടറി ഉമാ പിള്ള എന്ന് പഠിക്കുക. ദേശീയ വനിതാ കമ്മീഷനിലെ അവസാന മെമ്പർ സെക്രട്ടറി, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ആ പോസ്റ്റ് വേക്കന്റ് ആണ്. ലാസ്റ്റ് ആയിട്ട് ദേശീയ വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആയത് മീനാക്ഷി നെഗി. ഉമാ പിള്ള ആദ്യത്തെ മെമ്പർ സെക്രട്ടറി, മീനാക്ഷി നെഗി അവസാനമായി മെമ്പർ സെക്രട്ടറി ആയി. ദേശീയ വനിതാ കമ്മീഷനിൽ നിലവിലെ മെമ്പർ സെക്രട്ടറി വേക്കന്റ് ആയി കിടക്കുകയാണ്. അപ്പൊ ആദ്യത്തേത് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഉമാ പിള്ള, അവസാനമായി വന്നത് മീനാക്ഷി നെഗി. നിലവിൽ ആ പോസ്റ്റ് വേക്കന്റ് ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ. ഇതുവരെ ചെയർമാൻമാരുടെ, ചെയർപേഴ്സൺമാരുടെ പേര് പറഞ്ഞ എല്ലാം വനിതകളാണ്. പക്ഷേ അംഗങ്ങളിൽ ആദ്യമായി ഒരു പുരുഷൻ വന്നിട്ടുണ്ട്, അലോക് റാവത്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. അപ്പൊ ശ്രദ്ധിച്ചേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്, നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ, 2 തവണ അധ്യക്ഷ സ്ഥാനം വഹിച്ചവർ രേഖ ശർമ്മ, ഗിരിജ വ്യാസ്, രേഖ ശർമ്മ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഉമാ പിള്ളയാണ്. അതുകൂടാതെ ദേശീയ വനിതാ കമ്മീഷന്റെ ലാസ്റ്റത്തെ മെമ്പർ സെക്രട്ടറി മീനാക്ഷി നെഗി. ഇപ്പോൾ ആ പോസ്റ്റ് വേക്കന്റ് ആണ്. ഇനി ദേശീയ വനിതാ കമ്മീഷനിൽ ആരെങ്കിലും പുരുഷന്മാർ വന്നിട്ടുണ്ടോ അംഗങ്ങളായിട്ട്? ഉണ്ട്. ആദ്യമായി ദേശീയ വനിതാ കമ്മീഷന്റെ അംഗമായ പുരുഷൻ അലോക് റാവത്ത്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളുക. അപ്പൊ ഇതൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു പോണേ. ജയന്തി പട്നായിക്, മോഹിനി ഗിരി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്, മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ, വിജയ കിഷോർ രഹത്കർ. ഓക്കെ ആണ്, തെറ്റിക്കരുത്, കൃത്യമായിട്ട് പഠിച്ചോളുക. ഇനി നമുക്ക് നോക്കാം, കമ്മീഷന്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിനും ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ കമ്മീഷന് നൽകണമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 5 ശ്രദ്ധിച്ചേ. അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ആര് പ്രൊവൈഡ് ചെയ്യണം? കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യണം. ദേശീയ വനിതാ കമ്മീഷന്റെ
പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ നൽകണമെന്ന് പറയുന്ന നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 5 വകുപ്പ് 5-ൽ പറയുകയാണ്. ഇനി മാത്രമല്ല, ചെയർപേഴ്സണും അംഗങ്ങൾക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും, അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അംഗങ്ങൾ, മറ്റ് ഉദ്യോഗസ്ഥർക്കും ശമ്പളവും മറ്റ് പെൻഷനുകളും ഉൾപ്പെടെയുള്ള ഭരണ ചിലവുകളും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഗ്രാന്റുകളിൽ നിന്ന് നൽകണമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 6. അപ്പൊ 5ഉം 6ഉം പഠിക്കാൻ എളുപ്പമാണ്. അതായത് ഈ ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ നൽകണമെന്ന് പറയുന്ന വകുപ്പ് 5, അവർക്ക് ചെയർമാനും അംഗങ്ങളും ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റിൽ നിന്ന് ശമ്പളവും മറ്റു കാര്യങ്ങളും നൽകണമെന്ന് പറയുന്ന വകുപ്പ് 6. 5, 6, 5, 6 ക്ലിയർ ആണ്. ശ്രദ്ധിച്ചേ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയണേ. ഇനി കമ്മീഷനിലെ ഏതെങ്കിലും ഒഴിവ് അല്ലെങ്കിൽ കമ്മീഷന്റെ രൂപീകരണത്തിലെ ഏതെങ്കിലും തകരാറ് എന്നിവയുടെ കാരണം മാത്രം കൊണ്ട് കമ്മീഷന്റെ ഒരു നടപടിയും ചോദ്യം ചെയ്യപ്പെടില്ല അല്ലെങ്കിൽ അസാധുവാകില്ല. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിവ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കമ്മീഷന്റെ രൂപീകരണത്തിന് ഏതെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു എന്നതുകൊണ്ടോ കമ്മീഷന്റെ ഒരു നടപടിയും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ അത് അസാധുവാകില്ല എന്ന് പ്രത്യേകം പറയുകയാണ്. പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കമ്മീഷന് ഓരോ സമയത്തും ആവശ്യമായ സമിതികളെ നിയമിക്കാം. അഡ്ഹോക്ക് കമ്മിറ്റികൾ എക്സാമിന് ചോദിച്ചാൽ പറയുക. അതായത് ആവശ്യമെങ്കിൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പ്രത്യേകമായ കമ്മിറ്റികൾ രൂപീകരിക്കാൻ ദേശീയ വനിതാ കമ്മീഷന് അധികാരമുണ്ടോ? ഉണ്ട്. ശ്രദ്ധിച്ചേ, വകുപ്പ് ഉൾപ്പെടെ പഠിക്കുക. വനിതാ കമ്മീഷൻ ഏറ്റെടുക്കുന്ന പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി കമ്മീഷന് അതാത് സമയം കമ്മിറ്റികളെ നിയമിക്കാം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ 8. പ്രത്യേകമായ അഡ്ഹോക്ക് കമ്മിറ്റികൾ, സ്പെഷ്യൽ പർപ്പസുകൾക്കായി പ്രത്യേകം കമ്മിറ്റികളെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കാമെന്ന് പറയുന്ന വകുപ്പ് 8. അപ്പോ കേന്ദ്ര സർക്കാർ ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നൽകണമെന്ന് പറയുന്ന വകുപ്പ് 5, ശമ്പളവും ആനുകൂല്യങ്ങളും പറയുന്ന വകുപ്പ് 6, പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാം വകുപ്പ് 8. ശ്രദ്ധിച്ചേ, ഈ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം കമ്മീഷനാണ്. അപ്പൊ ആ പോയിന്റ് ശ്രദ്ധിച്ചോളുക. പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിക്കുമ്പോൾ ആ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ദേശീയ വനിതാ കമ്മീഷനാണ് ഉള്ളത്. ഇതുവരെ പറഞ്ഞതെല്ലാം നിയമിച്ചത് കേന്ദ്ര സർക്കാരായിരുന്നു. ഓക്കെ, എന്നാൽ അങ്ങനെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാനും നടപടികളിൽ ഭാഗമാകാനും അവകാശം ഉണ്ടായിരിക്കും. അതായത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതിൽ പ്രത്യേകമായ ചില കമ്മിറ്റികൾ വകുപ്പ് 8 പ്രകാരം ദേശീയ വനിതാ കമ്മീഷന് ആവശ്യമെങ്കിൽ ചില പർപ്പസുകൾക്ക് വേണ്ടി പ്രത്യേക കമ്മിറ്റികളെ രൂപീകരിക്കാം. അത്തരത്തിൽ രൂപീകരിക്കുന്ന കമ്മിറ്റികളിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ ആയിരിക്കും. ഇനി ഇവർക്ക് ആ കമ്മിറ്റികളുടെ യോഗങ്ങളിൽ പങ്കെടുക്കാം, മീറ്റിങ്ങുകളുടെ ഭാഗമാവാം. എന്നാൽ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാനും നടപടികളിൽ ഭാഗമാകാനും അവകാശം ഉണ്ടായിരിക്കും. പക്ഷേ വോട്ട് ചെയ്യാനുള്ള അവകാശം അവർക്ക് ആ കമ്മിറ്റിയുടെ അകത്ത് ഉണ്ടായിരിക്കുകയില്ല. കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള അലവൻസുകൾ ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം, അതിന്റെ ഭാഗമാവാം, അവർക്ക് അതുവഴി കിട്ടുന്ന അലവൻസുകൾ വാങ്ങാം. പക്ഷെ വോട്ടവകാശം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അഡ്ഹോക്ക് കമ്മിറ്റി പറഞ്ഞ വകുപ്പ് സെക്ഷൻ 8 ആണ്. കമ്മീഷന്റെ നടപടിക്രമങ്ങളിലേക്കാണ് വരുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ കമ്മീഷനോ അതിലെ ഏതെങ്കിലും കമ്മിറ്റിക്കോ ആവശ്യാനുസരണം യോഗം ചേരാം. അപ്പോ ദേശീയ വനിതാ കമ്മീഷനോ അതിലെ മറ്റ് കമ്മിറ്റികൾക്കോ ആവശ്യാനുസരണം യോഗം ചേരാം. ചെയർപേഴ്സൺ തീരുമാനിക്കുന്ന സമയത്തും സ്ഥലത്തുമായിരിക്കും യോഗം ചേരുക. സെക്ഷൻ 9 ക്ലോസ് 1 പറയുന്നു, ദേശീയ വനിതാ കമ്മീഷനിലെ കമ്മീഷനോ മറ്റ് കമ്മിറ്റികൾക്കോ ആവശ്യാനുസരണം മീറ്റിംഗുകൾ കൂടാം.
ഇനി ചെയർപേഴ്സൺ പറയുന്ന സ്ഥലത്തും സമയത്തുമായിരിക്കും മീറ്റിങ്ങുകൾ കൂടുക. കമ്മീഷനും അതിലെ കമ്മിറ്റികൾക്കും അവയുടെ നടപടിക്രമങ്ങൾ തീരുമാനിക്കാം. കമ്മീഷന്റെ എല്ലാ ഉത്തരവുകളിലും തീരുമാനങ്ങളിലും ഒപ്പുവെക്കേണ്ടത് മെമ്പർ സെക്രട്ടറി അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി ഇതിനായി അധികാരപ്പെടുത്തിയ കമ്മീഷനിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ ആയിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേര് മെമ്പർ സെക്രട്ടറി എന്നാണ്. അതായത് കമ്മീഷന്റെ എല്ലാ ഉത്തരവുകളും തീരുമാനങ്ങളും ഒപ്പുവെക്കേണ്ടത് മെമ്പർ സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി ഇതിനായി അധികാരപ്പെടുത്തിയ കമ്മീഷനിലെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആയിരിക്കും. സോ ഇവിടെ പറഞ്ഞു വന്നത്, ദേശീയ വനിതാ കമ്മീഷനും അതിലെ കമ്മിറ്റികൾക്കും ആവശ്യാനുസരണം മീറ്റിങ്ങുകൾ കൂടാം. ആ മീറ്റിംഗിന്റെ സ്ഥലവും സമയവും തീരുമാനിക്കുന്നത് കമ്മീഷൻ ചെയർമാൻ ആയിരിക്കും. ഇനി കമ്മിറ്റികൾക്കും കമ്മീഷനും അവയുടെ നടപടിക്രമങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും. എല്ലാ തീരുമാനങ്ങളും എല്ലാ നടപടിക്രമങ്ങളും ആരുടെ ഒപ്പോടുകൂടി? ദേശീയ വനിതാ കമ്മീഷനിലെ മെമ്പർ സെക്രട്ടറിയുടെ ഒപ്പോടുകൂടി വേണം തീരുമാനങ്ങൾ ഒപ്പുവെക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ മറ്റൊരു ഉദ്യോഗസ്ഥൻ. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വന്നാൽ, അധ്യായം 1 പ്രാരംഭികം, അധ്യായം 2 ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം പറഞ്ഞു. അധ്യായം 3 ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 3 വകുപ്പ്, വനിതാ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 10 ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കുകയേ ചെയ്യരുത്. അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയുന്ന അധ്യായം 3 വകുപ്പ് 10. വകുപ്പ് 10 ആണ് ചുമതലകൾ. വകുപ്പ് 10 LDC മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. സോ അധ്യായം 3 ചുമതലകൾ, വകുപ്പ് 10 ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളിലേക്കാണ് പോകുന്നത്. ഓരോന്നായി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ശ്രദ്ധിച്ചേ. ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരിരക്ഷകൾ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. നമുക്കറിയാം, ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണ്. ഭരണഘടനയിലാവട്ടെ ഈ രാജ്യത്തിന്റെ പാർലമെന്റ് നിർമ്മിച്ച മറ്റു നിയമങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട് പല പേരുകളിലായി. നമ്മുടെ രാജ്യത്ത് സ്ത്രീധന നിരോധന നിയമമുണ്ട്, ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട്, അതുപോലെ സതി നിരോധന നിയമമുണ്ട്. അങ്ങനെ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് നിയമങ്ങൾ ഉണ്ട്. അപ്പൊ ഭരണഘടനയിലാവട്ടെ മറ്റു നിയമങ്ങളിലാവട്ടെ സ്ത്രീകൾക്ക് വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരിരക്ഷകൾ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക എന്നത് ഈ രാജ്യത്തെ ഭരണഘടനയിലും നിയമത്താലും ഉറപ്പു നൽകുന്ന സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട്, അവർക്ക് ലഭ്യമാവുന്നുണ്ട് എന്ന് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലയാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വാ. ആ പരിരക്ഷകളുടെ നടത്തിപ്പിനെ പറ്റി ഓരോ വർഷവും കൂടാതെ കമ്മീഷന് യുക്തമെന്ന് തോന്നുന്ന മറ്റു സമയങ്ങളിലും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വർഷാവർഷങ്ങളിൽ അല്ലെങ്കിൽ സമയമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. ഈ രാജ്യത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകളെ സംബന്ധിക്കുന്ന അതിക്രമങ്ങളുടെ കൃത്യമായ കണക്കുകൾ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഉറപ്പു നൽകുന്ന നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ, സ്ത്രീകളുടെ അവകാശങ്ങൾ എത്രത്തോളം നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ഇതൊക്കെ സംബന്ധിച്ച് വർഷാവർഷമോ സമയമനുസരിച്ചോ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ്. ഇനി സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി യൂണിയനോ ഏതെങ്കിലും സംസ്ഥാനമോ ആ പരിരക്ഷകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള ശുപാർശകൾ അങ്ങനെയുള്ള റിപ്പോർട്ടുകളിൽ നൽകുന്നു. അതിപ്പോ ദേശീയ തലത്തിലാവട്ടെ സംസ്ഥാന തലത്തിലാവട്ടെ സ്ത്രീകളെ മുന്നേറ്റം, അവരെ കൂടി കൈപിടിച്ചുകൊണ്ട്
കൊണ്ടുവരാൻ വേണ്ടി അവരുടെ അവസ്ഥ, നിലവിൽ നേരിടുന്ന സാഹചര്യങ്ങളിലെ ദയനീയ അവസ്ഥകൾ മാറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അത്തരത്തിൽ ശുപാർശകൾ, അഡ്വൈസുകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ദേശീയ വനിതാ കമ്മീഷൻ അത് അറിയിക്കാവുന്നതാണ്. ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം സ്ത്രീകൾ നേരിടുന്നത്. സോ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനാവട്ടെ അതാത് സംസ്ഥാനങ്ങളിലാവട്ടെ ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ, അഡ്വൈസുകൾ, ശുപാർശകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്താം. റിപ്പോർട്ടുകൾ അത്തരത്തിലുള്ള വർഷത്തിലുള്ള റിപ്പോർട്ട് അല്ലാതെ ഇത്തരത്തിൽ ശുപാർശകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ദേശീയ വനിതാ കമ്മീഷന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുമ്പിൽ വെക്കാവുന്നതാണ്. പ്രസ്താവന ശരിയാണ്. ഇനി ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലും സ്ത്രീകളെ സംബന്ധിച്ച് നിലവിലുള്ള വ്യവസ്ഥകൾ അതാതു സമയം റിവ്യൂ ചെയ്യുകയും അങ്ങനെയുള്ള നിയമങ്ങളിലെ ഏതെങ്കിലും പഴുതുകൾ, അപര്യാപ്തതകൾ, പോരായ്മകൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള നിയമനിർമ്മാണ നടപടികൾ നിർദ്ദേശിക്കുന്നതിന് അങ്ങനെയുള്ള വ്യവസ്ഥകൾക്ക് ഭേദഗതികൾ ശുപാർശ ചെയ്യുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ രാജ്യത്തെ ഭരണഘടനയാവട്ടെ, രാജ്യത്തെ വിവിധ നിയമങ്ങളാവട്ടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംരക്ഷണവും പരിരക്ഷയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ രാജ്യത്ത് നിലവിലുള്ള സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പഴുതുകൾ ഉണ്ടെങ്കിൽ, അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി റിവ്യൂ ചെയ്യുകയും അത് പരിശോധിക്കുകയും ആ നിയമങ്ങളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ മാറ്റങ്ങളോ ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്താനും സ്ത്രീകളുടെ സംരക്ഷണത്തിനായി നിലവിലുള്ള നിയമങ്ങളെ കൂടുതൽ പര്യാപ്തമാക്കാനും നിയമങ്ങളെ കൂടുതൽ ശക്തമാക്കാനും ആ നിയമങ്ങളിൽ ഭേദഗതികൾ ആവശ്യപ്പെടാനും നിർദ്ദേശിക്കാനും ശുപാർശ ചെയ്യാനും ദേശീയ വനിതാ കമ്മീഷൻ അധികാരമുണ്ട്. പോയിന്റ് പിടികിട്ടിയോ? നിലവിലുള്ള നിയമങ്ങളിലെ പഴുതുകൾ, പോരായ്മകൾ മനസ്സിലാക്കി കണ്ടെത്തി അവയെ പരിഷ്കരിക്കാൻ, അവയെ ഭേദഗതി ചെയ്യുവാൻ നിർദ്ദേശങ്ങൾ നൽകാം. അങ്ങനെയുള്ള വ്യവസ്ഥകൾക്ക് ഭേദഗതികൾ ശുപാർശ ചെയ്യാൻ ദേശീയ വനിതാ കമ്മീഷന് സാധിക്കുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലുമുള്ള വ്യവസ്ഥകളുടെ ലംഘനങ്ങൾ നടപടിക്കായി ഉചിത അധികാര സ്ഥാനങ്ങളുടെ മുമ്പാകെ എത്തിക്കുക. ഇനി ഈ പറഞ്ഞ നിലവിലുള്ള ഭരണഘടനയിലോ മറ്റു നിയമങ്ങളിലോ ഉള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് എതിരായിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നു, ആ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ആളുകളെ കൃത്യമായി നിയമ ലംഘകരായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ, നിയമത്തിന് മുമ്പിലേക്ക് എത്തിക്കാനുമുള്ള ഇടപെടലുകൾ നടത്താം. സ്ത്രീകളെ സംബന്ധിച്ച് ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലുമുള്ള വ്യവസ്ഥകളുടെ ലംഘനങ്ങൾ നടപടിക്കായി ഉചിത അധികാര സ്ഥാനങ്ങൾക്ക് മുമ്പാകെ എത്തിക്കാം. താഴെ പറയുന്ന കാര്യങ്ങളിൽ പരാതികൾ പരിശോധിക്കുകയും സ്വയം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷന് മുമ്പിൽ പരാതിയുമായി ചെല്ലുകയാണെന്ന് കരുതുക. വേണമെങ്കിൽ നേരിട്ട് പരാതി എടുക്കാം, അല്ലെങ്കിൽ പരാതി ഇല്ലാതെ സ്വമേധയാ പോലും സിയോ മോട്ടോ പ്രകാരവും കേസെടുക്കാൻ ദേശീയ വനിതാ കമ്മീഷന് അധികാരം ഉണ്ട്. നമുക്ക് നോക്കാം. സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കൽ ഏതൊക്കെ കാര്യങ്ങൾക്കായിരിക്കും പരാതികൾ പരിശോധിക്കുകയും സ്വയം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്? സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിനും സമത്വം, പുരോഗതി എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനുമായി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കാതെ ഇരുന്നാൽ, ഒന്ന് സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, രണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുള്ള നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നില്ല എങ്കിൽ, അവകാശങ്ങൾ നിഷേധിക്കുമ്പോഴോ ഇവിടെ അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ കൃത്യമായി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല എങ്കിലോ, മൂന്നാമതായി സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള നയപരമായ തീരുമാനങ്ങൾ, മാർഗരേഖകൾ, നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിക്കാതെ ഇരുന്നാലോ, മൂന്ന് കാര്യങ്ങൾക്കും സമാനമായ ഒരു സിമിലർ സ്വഭാവമുണ്ട്. ഒന്ന്, സ്ത്രീകളുടെ അവകാശങ്ങൾ തടയപ്പെട്ടാൽ, രണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ പ്രോപ്പറായി നടപ്പിലാക്കുന്നില്ല എങ്കിൽ, മൂന്നാമതായിട്ട് സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള നയപരമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എങ്കിലോ. അടുത്ത പോയിന്റ്, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനത്തിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങൾ, സ്ത്രീകളെ ആക്രമിക്കുന്ന വിഷയങ്ങളാവട്ടെ, അവരെ മാറ്റി നിർത്തുന്ന ഡിസ്ക്രിമിനേഷൻ
ലെവലിലുള്ള കാര്യങ്ങളാവട്ടെ, അത്തരത്തിൽ അതിക്രമങ്ങളോ വിവേചനങ്ങളോ കാരണമായി ഉത്ഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളെയോ സ്ഥിതിഗതികളെയോ കുറിച്ച് പ്രത്യേക പഠനങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകൾ വീടുകളിലാവട്ടെ, ജോലി സ്ഥലങ്ങളിലാവട്ടെ, സമൂഹത്തിന്റെ ചില പ്രത്യേക ഇടങ്ങളിലാവട്ടെ മാറ്റി നിർത്തപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ചൂഷണത്തിന് വിധേയമാകുന്നു, അവർ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെ, അവർ നേരിടുന്ന അതിക്രമങ്ങളെ, അവർ നേരിടുന്ന വിവേചനങ്ങളെ കൃത്യമായി പഠിക്കുകയും അതിന്റെ സോഴ്സ്, അതിന്റെ റീസൺസ് കൃത്യമായി പഠിക്കുകയും അന്വേഷണങ്ങളോ നടത്താൻ ആവശ്യപ്പെടുകയും തടസ്സങ്ങൾ എങ്ങനെ ദൂരീകരിക്കാം, എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ള ഉപായങ്ങൾ ശുപാർശ ചെയ്യുവാൻ, അങ്ങനെയുള്ള തടസ്സങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക. അടുത്ത പോയിന്റ് വളരെ റെലവന്റ് ആണ്. സ്ത്രീകൾ ഈ രാജ്യത്ത് നേരിടുന്ന അതിക്രമങ്ങളാവട്ടെ, വിവേചനങ്ങളാവട്ടെ, അത് പഠിച്ചുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കാം, അതിന്റെ കാരണങ്ങൾ എന്താണ്, അവയെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതുകൂടി കൃത്യമായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ തിരിച്ചറിയുന്നു, പ്രവർത്തിക്കുന്നു, ഇടപെടുന്നു. ഇനി സ്ത്രീകളുടെ ശരിയായ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉറപ്പാക്കുന്നതിനും, നമുക്കറിയാം ഈ രാജ്യത്ത്, ഈ ലോകത്ത് നിലവിൽ സ്ത്രീകളുടെ സാന്നിധ്യം, പ്രസൻസ് ഇല്ലാത്ത മേഖലകൾ വളരെ കുറവാണ്. എല്ലാ രീതിയിലും സ്ത്രീകളുടെ കൂടി, അവരുടെ കൂടി പാർട്ടിസിപ്പേഷൻ, പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളുടെ കൂടി പാർട്ടിസിപ്പേഷനും കൂടി ആവുമ്പോഴാണ്, രണ്ട് ചിറകുകളും ഒരുപോലെ ഉണ്ടാവുമ്പോഴാണ് കൃത്യമായ ഒരു ബാലൻസ് ഉണ്ടാവുക. നിലവിൽ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ കൂടി പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉറപ്പാക്കുന്നതിനും അവരുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനപരവും വിദ്യാഭ്യാസപരവും ഗവേഷണം നടത്തുക. വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, മറ്റ് വ്യവസായ മേഖലകളിലാവട്ടെ, സേവന മേഖലകളിലാവട്ടെ, അവർക്ക് ആവശ്യമായ മേഖലകളിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അവരുടെ റെപ്രസെന്റേഷൻ ഉറപ്പാക്കുക, സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ഉറപ്പാക്കാൻ ഇടപെടുക. അടിസ്ഥാന സൗകര്യങ്ങൾ, അപര്യാപ്തമായ പിന്തുണ സേവനങ്ങൾ കഠിനാധ്വാനം കുറയ്ക്കുന്നതിനും തൊഴിൽപരമായ ആരോഗ്യ അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ അഭാവം പോലുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള, സ്ത്രീകൾക്ക്, സഹോദരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജോലി കുറെ കൂടി എളുപ്പമാക്കി കൊടുക്കാൻ, സ്ത്രീകളുടെ ആയാസമുള്ള കാര്യങ്ങളെ ലഘൂകരിക്കുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, അതിപ്പോ വാഹനമാവാം, ഒരു സൈക്കിൾ ആവാം, ഒരു മൊബൈൽ ഫോൺ ആവാം, കൂടുതൽ നിലവിലുള്ളതിനേക്കാൾ ഈസി ആക്കി കൊടുക്കുക, കാര്യങ്ങളെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കി കൂടുതൽ ലഘൂകരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും വനിതാ കമ്മീഷൻ ഇടപെടുന്നു. ഇനി സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കാളിയാകുകയും ഉപദേശം നൽകുകയും ചെയ്യുക. ഇപ്പൊ രാജ്യത്ത് സ്ത്രീകളുടെ വികസനം, സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്ത് വരുന്ന വിവിധ പദ്ധതികൾ, സ്ത്രീകളുടെ സാമൂഹികമായ, സോഷ്യലി ആവട്ടെ, സാമ്പത്തികമായിട്ടാവട്ടെ, അവരുടെ വികസനത്തിനായുള്ള പ്ലാനിങ്ങിൽ, ആസൂത്രണ പ്രക്രിയയിൽ ദേശീയ വനിതാ കമ്മീഷൻ പങ്കാളിയാവുകയും പങ്കെടുക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഈ രാജ്യത്തെ സ്ത്രീകളുടെ സോഷ്യലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ ദേശീയ വനിതാ കമ്മീഷൻ പങ്കെടുക്കുകയും അവരുടെ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇനി കേന്ദ്രത്തിന്റെയും ഏതെങ്കിലും സംസ്ഥാനത്തിന്റെയും കീഴിലുള്ള സ്ത്രീകളുടെ വികസനത്തിന്റെ പുരോഗതി കൃത്യമായി വിലയിരുത്തുന്നു. കേന്ദ്രത്തിലാവട്ടെ, സംസ്ഥാന തലത്തിലാവട്ടെ, സ്ത്രീകളുടെ വികസനത്തിന്റെ പുരോഗതിയെ കൃത്യമായി അസസ് ചെയ്യാൻ, വിലയിരുത്താൻ വനിതാ കമ്മീഷൻ ഇടപെടുന്നു. അതുപോലെ സ്ത്രീകൾ തടവുകാരോ മറ്റോ ആയി കഴിയുന്ന ജയിലുകൾ, റിമാൻഡ് ഹോമുകൾ, വനിതാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് കസ്റ്റഡി സ്ഥലങ്ങൾ എന്നിവ പരിശോധിക്കുകയോ അല്ലെങ്കിൽ പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്യുകയും ആവശ്യമെങ്കിൽ തിരുത്തൽ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടുകയും ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് ആ പോയിന്റ് പഠിക്കണം. സ്ത്രീകളെ താമസിപ്പിച്ചിട്ടുള്ള ജയിലുകളാവട്ടെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട മറ്റ് അധിവാസ കേന്ദ്രങ്ങളാവട്ടെ, അത്തരം ഇടങ്ങളിൽ സന്ദർശിക്കുകയോ അവിടേക്ക് അത് പഠിക്കാൻ ആളുകളെ അയക്കുകയോ ചെയ്യുന്നു. അവിടെ ആവശ്യമായ തിരുത്തൽ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നു. സ്ത്രീകൾക്ക് വലിയ തോതിൽ ബാധകമാകുന്ന വിഷയങ്ങളിലെ നിയമപരമായ നടപടികൾക്ക് ധനസഹായം നൽകുക. നല്ലൊരു പോയിന്റ് ആണ്. അതായത് ഒരു വലിയ വിഭാഗം സ്ത്രീകളെ, ഒരു കൂട്ടമോ
കളക്റ്റീവായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകുന്നതിനുള്ള സാമ്പത്തിക സഹായം ദേശീയ വനിതാ കമ്മീഷൻ നൽകും എന്ന് പറഞ്ഞാൽ പ്രസ്താവന ശരിയാണ്. സ്ത്രീകൾക്ക് വലിയ തോതിൽ ബാധകമാകുന്ന വിഷയങ്ങളിലെ നിയമപരമായ നടപടികൾക്ക് ധനസഹായം നൽകുന്നു ദേശീയ വനിതാ കമ്മീഷൻ. കാണാതെ പഠിക്കാനല്ല, ഓരോ പോയിന്റും ജനറലായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വന്നാൽ എഴുതാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് വാ. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏത് ഒരു വിഷയത്തിലും പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന വിവിധ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഗവൺമെന്റിനെ കാലാകാലങ്ങളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. വാർഷിക തലത്തിലുള്ള റിപ്പോർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും എന്ത് ചെയ്യാം? വിവിധ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഗവൺമെന്റിന് കാലാകാലങ്ങളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഇനി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന മറ്റേതെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. കേന്ദ്ര സർക്കാരാണ് ഇവരെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജി സ്വീകരിക്കുന്നത്, നാമനിർദ്ദേശം ചെയ്യുന്നത്. സോ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന മറ്റ് സേവനങ്ങളും ചെയ്യേണ്ടതാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്യായം 3 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അധ്യായം 3 പറയുകയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ. വകുപ്പ് 10 അധ്യായം 3 വകുപ്പ് 10 ചുമതലകളെ കുറിച്ച് പരാമർശിക്കുന്നു. വേഗത്തിൽ ആ ചുമതലകളൊന്ന് പറഞ്ഞു പോകാം. ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓരോന്നായി നോക്കിയാൽ ഇവിടുന്ന് ചോദിച്ച ബേസിക് ചോദ്യം ഇതാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തില് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയുന്ന അധ്യായം 3 വകുപ്പ് ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ മെയിൻസ് എക്സാമിന്റെ ചോദ്യമാണ്. ഇനി ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു, വേഗം പറഞ്ഞു പോകാം. ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരിരക്ഷകൾ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ പോകുന്നത് പരിശോധിക്കുന്നു, അന്വേഷിക്കുന്നു. രണ്ടാമതായി പറഞ്ഞു, അത്തരത്തിലുള്ള പരിരക്ഷകളുടെ നടത്തിപ്പിനെ പറ്റി ഓരോ വർഷവും കൂടാതെ കമ്മീഷൻ യുക്തമായ സമയങ്ങളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രത്തിനോ ആവശ്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലും സ്ത്രീകളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ കൃത്യമായി റിവ്യൂ ചെയ്യുകയും അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സർക്കാരുകളെ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനുള്ള ശുപാർശകൾ നൽകുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലുള്ള വ്യവസ്ഥകൾ ഉചിതമായ അധികാര സ്ഥാനങ്ങളുടെ മുമ്പാകെ ആ വിഷയങ്ങളെ എത്തിക്കുന്നു. സ്വയം നടപടി സ്വീകരിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞു. അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ, നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാതെ വരുമ്പോൾ, പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാതെ വരുമ്പോൾ സ്വയം നടപടികൾ എടുക്കുന്നു. ഇനി ആവശ്യമായ രീതിയിൽ പഠനങ്ങളോ ഗവേഷണങ്ങളോ ഈ മേഖലകളിൽ നടത്തുന്നു. പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് പങ്കാളിയാവുകയും ആസൂത്രണത്തിൽ പങ്കാളിയാവുന്നു. ഉപദേശങ്ങൾ നൽകുന്നു. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കീഴിലുള്ള സ്ത്രീകളുടെ വികസനത്തിന്റെ പുരോഗതികൾ വിലയിരുത്തുന്നു. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞ പോലെ ജയിലുകൾ, റിമാൻഡ് ഹോമുകൾ, സ്ത്രീകളെ അധിവസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിക്കുകയും അവിടെ ആവശ്യമായ മാറ്റങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക് വലിയ തോതിൽ ബാധകമാകുന്ന വിഷയങ്ങളിൽ നിയമസഹായത്തിന് സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന വിവിധ ബുദ്ധിമുട്ടുകളെ കുറിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന മറ്റു ജോലികളും ചെയ്യുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലയാണ്. അധ്യായം 3 ചുമതലകൾ, വകുപ്പ് 10 ചുമതലകൾ എക്സാമിന് ചോദിക്കും. ശ്രദ്ധിക്കുക. മുന്നോട്ട് വരാം. ഇനി പരാതികളിലേക്ക് വന്നാൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ നേരിട്ടോ എഴുത്തിലൂടെയോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നു. 3 രീതിയിലാണ് പറഞ്ഞത്. നേരിട്ട് പരാതി നൽകാം, എഴുത്തിലൂടെ പരാതികൾ നൽകാം, ദേശീയ വനിതാ കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ പരാതി നൽകാം. നേരിട്ടോ എഴുത്തിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ദേശീയ വനിതാ കമ്മീഷന് മുമ്പാകെ പരാതി അറിയിക്കാവുന്നതാണ്. ഇനി സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, സ്ത്രീകൾക്കെതിരെ അനീതി എന്നിവയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളമുള്ള പരാതികൾ പരിഗണിക്കുന്നു ദേശീയ വനിതാ കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടോ
വെബ്സൈറ്റിലൂടെയോ എഴുത്തിലൂടെയോ പരാതിപ്പെടാമെന്ന് പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും നടക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതികൾ ഏറ്റെടുക്കാൻ ദേശീയ വനിതാ കമ്മീഷന് കഴിയും. വ്യാപ്തി വളരെ വലുതാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 സെക്ഷൻ 10 പ്രകാരം സ്ത്രീകൾക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ നടപടിയെടുക്കുന്നു. സുയോ മോട്ടോ. അപ്പൊ എക്സാമിന് ചോദിക്കുകയാണ്, ദേശീയ വനിതാ കമ്മീഷന് സ്വമേധയാ കേസുകൾ എടുക്കാനുള്ള അധികാരമുണ്ട്. പ്രസ്താവന ശരിയാണ്. ശ്രദ്ധിച്ചേ, 3 കാര്യങ്ങളാ പറഞ്ഞത്. എഴുത്തിലൂടെയോ നേരിട്ടോ വെബ്സൈറ്റിലൂടെയോ പരാതികൾ സ്വീകരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷന് ഈ ഇന്ത്യ രാജ്യം മുഴുവൻ വരുന്ന പ്രശ്നങ്ങളിൽ, സ്ത്രീകളെ സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളിലെ പരാതികൾ സ്വീകരിക്കാം. മാത്രവുമല്ല, വകുപ്പ് 10 ചുമതലകളിൽ എടുത്തു പറയുകയാണ്, സ്വമേധയാ വളരെ ഗുരുതരമായ വിഷയങ്ങളിൽ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ദേശീയ വനിതാ കമ്മീഷന് സുയോ മോട്ടോ അധികാരം ഉണ്ടായിരിക്കുമെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ, അഥവാ സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. പ്രസ്താവന ശരിയാണ്. ഓക്കെ. കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷൻ നൽകുന്ന വാർഷിക റിപ്പോർട്ട് യൂണിയനുമായി ബന്ധപ്പെട്ട ശുപാർശകളിൽ സ്വീകരിച്ച നടപടികൾ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ വിശദീകരിക്കുന്ന ഒരു മെമ്മോറാണ്ടത്തോടൊപ്പം അത്തരം ശുപാർശകളിൽ ഏതെങ്കിലും സ്വീകരിക്കുന്നതിന്റെ കാരണങ്ങളും സഹിതം പാർലമെന്റിന്റെ ഇരുസഭകളിലും വെക്കണം. അതായത് ദേശീയ വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരായിരിക്കും അത് പാർലമെന്റിൽ വെക്കുക. ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ ആ റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുന്നു. അപ്പൊ എടുത്തു പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷൻ നൽകുന്ന വാർഷിക റിപ്പോർട്ട് എന്ത് ചെയ്യണം? യൂണിയനുമായി ബന്ധപ്പെട്ട ശുപാർശകളിൽ ഏതെങ്കിലും സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചു കൂടിയുള്ള ഒരു വിശദമായൊരു മെമ്മോറാണ്ടം കൂടി വെച്ചുകൊണ്ട് വേണം അത് പാർലമെന്റിൽ വെക്കാൻ. അതായത് ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നു. കേന്ദ്രം അപ്പോൾ അത് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നൽകിയ ശുപാർശയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനുള്ള നടപടികളെ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു മെമ്മോറാണ്ടത്തോടു കൂടി ഒപ്പം ആ റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുക, അത് ചർച്ച ചെയ്യുക. ഓക്കെ, ഇരുസഭകളിലും വെക്കണം. ഏതെങ്കിലും റിപ്പോർട്ടോ അതിലെ ഏതെങ്കിലും ഭാഗമോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയത്തെ കുറിച്ചുള്ളതാണെങ്കിൽ, അപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റിപ്പോർട്ട്, ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്ര സർക്കാർ നൽകിയ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം സംസ്ഥാന ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയത്തെ കുറിച്ചുള്ളതാണെങ്കിൽ കമ്മീഷൻ അത്തരം റിപ്പോർട്ടിന്റെയോ ഭാഗത്തിന്റെയോ ഒരു പകർപ്പ് ആ സംസ്ഥാന ഗവൺമെന്റിന് അയച്ചു കൊടുക്കണം. അതായത് ദേശീയ വനിതാ കമ്മീഷന് ഇന്ത്യ മുഴുവൻ വ്യാപ്തിയുണ്ട് എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു. അങ്ങനെ വരുമ്പോ ദേശീയ വനിതാ കമ്മീഷൻ വെക്കുന്ന റിപ്പോർട്ടിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു പരാമർശമുണ്ട്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് സംബന്ധിച്ചൊരു ഡീലിങ്സ് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടോ അതിൽ പ്രതിപാദിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗത്തെയോ സംബന്ധിച്ചുള്ള ഒരു പകർപ്പ് അതാത് പ്രസ്തുത സംസ്ഥാനങ്ങൾക്ക് കൂടി ആ റിപ്പോർട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ. സംസ്ഥാനത്തെ സംബന്ധിച്ച ശുപാർശകളിൽ സ്വീകരിച്ച നടപടിയെക്കുറിച്ചോ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടിയെക്കുറിച്ചോ വിശദീകരിക്കുന്ന ഒരു കുറിപ്പോടെയും ഏതെങ്കിലും ശുപാർശകൾ അംഗീകരിക്കാത്തതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയും ആ സംസ്ഥാന ഗവൺമെന്റ് അത് സംസ്ഥാന നിയമസഭയുടെ മുന്നിൽ വെക്കണം. ആ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കേന്ദ്രം ആ റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആ പ്രസ്തുത വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന കാരണം സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ പാർലമെന്റിൽ ഇരുസഭകളിലും വെക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ടിൽ ഒരു മെൻഷനിങ് ഉണ്ട്, പ്രതിപാദിക്കുന്നുണ്ട് എങ്കിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ പ്രസ്തുത ഭാഗം പകർപ്പ് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അത്തരത്തിൽ ആ സംസ്ഥാനങ്ങൾ ആ റിപ്പോർട്ട് എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ ആ സംസ്ഥാനം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നടപടി എന്താണ്, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ ഒരു കുറിപ്പോട് കൂടി ആ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ. കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ 10 ക്ലോസ് 4 ഒരു സിവിൽ കോടതിയുടെ അധികാരം. എക്സാമിന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ദേശീയ വനിതാ കമ്മീഷന്
ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളാണുള്ളത്. പ്രസ്താവന ശരി. സെക്ഷൻ 10 ക്ലോസ് 4. ഒരു സിവിൽ കോടതിയുടെ, ദേശീയ വനിതാ കമ്മീഷൻ ഒരു ഡാഷ് കോടതിയുടെ അധികാരം, ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കും. സെക്ഷൻ 10 ക്ലോസ് 4 പ്രകാരമാണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചു. ദേശീയ വനിതാ കമ്മീഷന് കേസുകൾ അന്വേഷിക്കുമ്പോൾ ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. സെക്ഷൻ 10 ക്ലോസ് 4 അങ്ങനെ പ്രസ്താവിച്ചത്. സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ദേശീയ വനിതാ കമ്മീഷന് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ, വിചാരണ ചെയ്യുമ്പോഴും താഴെ പറയുന്ന കാര്യങ്ങളിൽ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ദേശീയ വനിതാ കമ്മീഷൻ ഒരു കേസ് അന്വേഷിക്കുമ്പോഴും അതിന്റെ വിചാരണ നടക്കുമ്പോഴും, അന്വേഷണം അതിന്റെ വിചാരണ ഘട്ടത്തിലും ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ള ഏതൊരാളെയും വിളിച്ചു വരുത്താനും ഹാജരാക്കാനും നിർബന്ധിക്കാനും അവരെ സത്യപ്രതിജ്ഞ ചെയ്ത് വിസ്തരിക്കാനുമുള്ള അധികാരം. എന്താണ് ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ, അന്വേഷണം നടക്കുമ്പോൾ, ഒരു കേസിന്റെ, ഒരു പരാതിയുടെ അന്വേഷണത്തിലോ വിചാരണയുടെ വേളയിലോ ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരാളെയും വിളിച്ചു വരുത്താനും അയാളിൽ നിന്ന് തെളിവുകൾ കളക്ട് ചെയ്യുവാനും അധികാരമുണ്ട്. ഈ രാജ്യത്തുള്ള ഏതു ഭാഗത്തുള്ള ഒരാളെയും വിളിച്ചു വരുത്തി അയാളെ സത്യപ്രസ്താവനയുടെ മുകളിൽ, സത്യവാങ്മൂലത്തിന്റെ പുറത്ത് തെളിവുകൾ സ്വീകരിക്കാനുമുള്ള അധികാരം ഉണ്ടായിരിക്കും. നോക്കാം. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു രേഖ, ഒരു ഫയല്, ഒരു എവിഡൻസ്, ഒരു തെളിവ് കണ്ടുപിടിക്കാനും ഹാജരാക്കാനും ആവശ്യപ്പെടാനുള്ള അധികാരം. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രസ്തുതമായ ഒരു കേസിന്റെ ഫയല്, ഒരു രേഖ, അത് കൃത്യമായി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ദേശീയ വനിതാ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കാനും അത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടാനുള്ള അധികാരം. ആദ്യം പറഞ്ഞത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരാളെ വിളിച്ചു വരുത്തി സത്യവാങ്മൂലത്തിന് പുറത്ത് തെളിവുകൾ സ്വീകരിക്കാം. ഇത് രണ്ടാമത് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു തെളിവ്, ഒരു രേഖ. അതിപ്പോ രാജ്യത്തുള്ള ഏത് സ്ഥലത്തുള്ള ഒരു രേഖയാവട്ടെ, അത് ആവശ്യപ്പെടാനും കണ്ടെത്താനും അത് ഹാജരാക്കാനും ആവശ്യപ്പെടാം. ഇനി സത്യവാങ്മൂലങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ സ്വീകരിക്കാനുള്ള അധികാരം. ആദ്യം പറഞ്ഞ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തുന്നു, 2 രേഖകൾ, 3 സത്യവാങ്മൂലത്തിന്റെ പുറത്ത് തെളിവുകൾ സ്വീകരിക്കാനുള്ള അധികാരമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ പൊതുരേഖകൾ ആവശ്യപ്പെടാനുള്ള അധികാരം. തീർന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികളിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യാം, രേഖകൾ കളക്ട് ചെയ്യാം, തെളിവുകൾ കളക്ട് ചെയ്യാം. മാത്രമല്ല, ഏതെങ്കിലും ഒരു കോടതിയുടെ പക്കലോ പൊതുസ്ഥാപനം, ഒരു പൊതു ഓഫീസിൽ ഇരിക്കുന്ന തെളിവുകളോ എന്ത് ചെയ്യാം? ഫയലുകളോ ആവശ്യപ്പെടാം. ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഒരു കേസ് അന്വേഷിക്കുമ്പോഴോ വിചാരണ ചെയ്യുമ്പോഴോ ഉണ്ടാവും. ഈ രാജ്യത്തിന്റെ ഏതു ഭാഗത്തുള്ള ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി സത്യവാങ്മൂലത്തിന്റെ പുറത്ത് തെളിവുകൾ സ്വീകരിക്കാം, രേഖകൾ ആവശ്യപ്പെടാം, തെളിവുകൾ സത്യവാങ്മൂലത്തിന്റെ പുറത്ത് കളക്ട് ചെയ്യാം. മാത്രവുമല്ല, കോടതിയുടെ പക്കലോ പൊതു ഓഫീസുകളുടെ കൈവശമോ ഉള്ള രേഖകൾ ആവശ്യപ്പെടാം. സാക്ഷികളെയും രേഖകളെയും വിസ്തരിക്കുന്നതിന് സമൻസ് അയക്കാനുള്ള അധികാരം. ഒരു കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ, തെളിവുകളെ, സാക്ഷികളെയും രേഖകളെയും വിസ്തരിക്കാനും ക്രോസ് ചെക്ക് ചെയ്യാനും അതിനുവേണ്ടി അവരെ വിളിച്ചു വരുത്താനുള്ള സമൻസ് അയക്കാനുള്ള അധികാരം. സാക്ഷികളെയും രേഖകളെയും വിസ്തരിക്കുന്നതിനും സമൻസ് അയക്കാനുമുള്ള അധികാരം. നിയമത്തിൽ പറയുന്ന മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം. അപ്പൊ കൃത്യമായി പഠിച്ചോളുക. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം വകുപ്പ് 10 ചുമതലകളിൽ ക്ലോസ് 4 പറയുകയാണ്, ഒരു അന്വേഷണത്തിന്റെ സമയത്ത്, വിചാരണ സമയത്ത് ദേശീയ വനിതാ കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും.
ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഒരു വ്യക്തിയെ വിളിച്ചു വരുത്താം, അയാളിൽ നിന്ന് സത്യവാങ്മൂലത്തിന്റെ പേരിൽ തെളിവുകൾ സ്വീകരിക്കാവുന്നതാണ്. മാത്രവുമല്ല, രേഖകൾ കണ്ടുപിടിക്കാനും ഹാജരാക്കാനും ആവശ്യപ്പെടാം. സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ സ്വീകരിക്കാം. കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ പൊതുരേഖകൾ ആവശ്യപ്പെടാം. സാക്ഷികളെയും രേഖകളെയും വിസ്തരിക്കുന്നതിനും സമൻസ് അയക്കുവാനുമുള്ള അധികാരം, നിയമപ്രകാരമുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം. ഇനി ഉചിതമെന്ന് തോന്നുന്ന തുകകൾ ചിലവഴിക്കാം. അങ്ങനെയുള്ള തുകകൾ മുകളിൽ പരാമർശിച്ചിട്ടുള്ള ഗ്രാന്റുകളിൽ നിന്നുള്ള ചിലവായി കണക്കാക്കാം. പറഞ്ഞല്ലോ, വകുപ്പ് 5 പ്രകാരം ഈ പറയപ്പെടുന്ന ദേശീയ വനിതാ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ, മറ്റ് ജീവനക്കാരെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം? നൽകേണ്ടതാണ്. ഇവർക്ക് ശമ്പളവും അലവൻസുകളും ഒക്കെ വകുപ്പ് 6 പ്രകാരം കേന്ദ്ര സർക്കാർ ഗ്രാന്റിൽ നിന്ന് നൽകണമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ ഉചിതമെന്ന് തോന്നുന്ന തുകകൾ ചിലവഴിക്കാം. അങ്ങനെയുള്ള തുകകൾ മുകളിൽ പരാമർശിച്ചിട്ടുള്ള ഗ്രാന്റുകളിൽ നിന്ന് ചിലവായി കണക്കാക്കും. സോ കണക്കുകളും ഓഡിറ്റും സംബന്ധിക്കുന്ന അധ്യായം നമ്മൾ 4 പഠിച്ചത്. അധ്യായം 4 ഓഡിറ്റ്, കണക്കുകൾ, റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. വകുപ്പ് 12 പോകുന്നത്. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. കമ്മീഷൻ ശരിയായ കണക്കുകളും മറ്റു ബന്ധപ്പെട്ട രേഖകളും സൂക്ഷിക്കണം. വളരെ കൃത്യമായിട്ട് കണക്കുകളും രേഖകളും ദേശീയ വനിതാ കമ്മീഷൻ സൂക്ഷിക്കേണ്ടതാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ആലോചിച്ച്, ചെറിയ കാര്യമല്ല, രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. രാജ്യത്തെ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന സ്ഥാപനം. ആർട്ടിക്കിൾ 148 പ്രകാരം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിലവിൽ ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി എക്സാമിന് ചോദിച്ചാൽ എഴുതുക. നിലവിൽ ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്? CAG. ആർട്ടിക്കിൾ 148 കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നിലവിലെ CAG സഞ്ജയ് മൂർത്തി എന്ന് പഠിക്കുക. പറഞ്ഞു വരുന്നത്, ദേശീയ വനിതാ കമ്മീഷൻ അവരുടെ കണക്കുകൾ എന്ത് ചെയ്യണം? കൃത്യമായി സൂക്ഷിക്കണം. CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ആലോചിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഫോർമാറ്റിൽ ഒരു വാർഷിക കണക്ക് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുകയും ചെയ്യണം. അതായത് ദേശീയ വനിതാ കമ്മീഷൻ CAG-യുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരം അവർ പറയുന്ന ഫോർമാറ്റിൽ കണക്കുകൾ സൂക്ഷിച്ച് തയ്യാറാക്കേണ്ടതാണ്. കമ്മീഷന്റെ കണക്കുകൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഇടവേളകളിൽ ഓഡിറ്റ് ചെയ്യും. അപ്പോ കാര്യമായ രീതിയിലുള്ള കൺട്രോൾ ഉണ്ട് ദേശീയ വനിതാ കമ്മീഷനെ. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കണക്കുകൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോ ദേശീയ വനിതാ കമ്മീഷന്റെ കണക്കുകൾ CAG ഓഡിറ്റ് ചെയ്യുന്നു. പ്രസ്താവന ശരി. അങ്ങനെയുള്ള ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവുകളും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകേണ്ടത്. അപ്പൊ അത്തരത്തിൽ CAG വന്ന് ഇത് ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ ചെലവുകളും വഹിക്കേണ്ടത് ദേശീയ വനിതാ കമ്മീഷൻ ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. അധ്യായം 4 കണക്ക്, ഓഡിറ്റ്, റിപ്പോർട്ട് സംബന്ധിച്ച് പറയുന്നു. വകുപ്പ് 12 ഓഡിറ്റ്. വകുപ്പ് 12 നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണക്കും ഓഡിറ്റും 12. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് ഈ നിയമപ്രകാരം കമ്മീഷന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ അദ്ദേഹം നിയോഗിക്കുന്ന ഏതൊരാൾക്കും, CAG-ക്ക് തന്നെ ഓഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഏതൊരാൾക്കും വരാം. സർക്കാർ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ സാധാരണയായി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനുള്ള അതേ അവകാശങ്ങളും പ്രത്യേക അധികാരങ്ങളും ഉണ്ടായിരിക്കും. അപ്പോ പ്രത്യേകം ഓർക്കുക, CAG-ക്ക് തന്നെ വേണമെങ്കിൽ ഇത് ഓഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥര് നൽകാം. CAG-ക്കുള്ള അതേ അധികാരങ്ങൾ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥനും ഉണ്ടാവും. പ്രത്യേകിച്ച് കണക്ക് പുസ്തകങ്ങൾ, അക്കൗണ്ടുകൾ, ബന്ധപ്പെട്ട രേഖകൾ, മറ്റു പേപ്പറുകൾ എന്നിവ ഹാജരാക്കാൻ ആവശ്യപ്പെടാനും കമ്മീഷന്റെ ഏതെങ്കിലും ഓഫീസ് പരിശോധിക്കാനും അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. അപ്പൊ CAG ആണ് ഇത് കൃത്യമായി വർഷാവർഷം ഓഡിറ്റ് ചെയ്യുക. സോ CAG-ക്കോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരോ ഇത് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും.
ഇനി അവർ ആവശ്യപ്പെടുന്ന ഫയലുകൾ, രേഖകൾ നൽകേണ്ടതുണ്ട്. അതിനുള്ള ചോദിക്കാനുള്ള അധികാരം CAGക്ക് ഉണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. മാത്രമല്ല വേണമെങ്കിൽ ഓഫീസുകൾ പരിശോധിക്കാനും CAGക്കും ഉദ്യോഗസ്ഥർക്കും സാധിക്കും. കമ്മീഷന്റെ കണക്കുകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോ അദ്ദേഹം ഇതിനായി നിയമിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയോ സാക്ഷ്യപ്പെടുത്തിയ ശേഷം, അപ്പൊ കൃത്യമായ ആ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നു CAG ഉദ്യോഗസ്ഥരോ, അത് സാക്ഷ്യപ്പെടുത്തിയ ശേഷം വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിനൊപ്പം കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടത് കമ്മീഷനാണ്. അപ്പൊ CAG വന്നത് കൃത്യമായി പരിശോധിക്കുന്നു, ഓഡിറ്റ് ചെയ്യുന്നു. വാർഷിക റിപ്പോർട്ടിനോടൊപ്പം ഈ വാർഷിക ഓഡിറ്റ് കൂടി അയച്ചു കൊടുക്കുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് ഇത് അയച്ചു കൊടുക്കേണ്ടതാണ്. വാർഷിക റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് സെക്ഷൻ 12 ഓഡിറ്റ് റിപ്പോർട്ട്. വാർഷിക റിപ്പോർട്ട് സെക്ഷൻ 13 ദേശീയ വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടിനെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 എന്ന് പഠിക്കുക. കമ്മീഷൻ ഓരോ സാമ്പത്തിക വർഷത്തിലും നിർദ്ദേശിക്കപ്പെടുന്ന ഫോർമാറ്റിലും സമയത്തും അതിന്റെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കണം. ആനുവൽ റിപ്പോർട്ട്, ദേശീയ വനിതാ കമ്മീഷന്റെ ആനുവൽ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് സെക്ഷൻ 13 12 മാസം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം, ഒരു വർഷം കഴിയുമ്പോൾ വാർഷിക റിപ്പോർട്ട് വെക്കുന്നു. 13 എന്ന് പഠിക്കുക. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കമ്മീഷന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിശദമായ വിവരങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അതായത് ദേശീയ വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 ആണ്. കൃത്യമായ ഫോർമാറ്റിൽ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ദേശീയ വനിതാ കമ്മീഷൻ സമർപ്പിക്കണം. അവിടെ പറയുന്നു, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്മീഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായ വിവരങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് വേണം. അതിനുശേഷം ആ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ്, ഒരു കോപ്പി, ആ റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടതാണ്. വാർഷിക റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ പകർപ്പ് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടതാണ്. കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 13 ക്ലിയർ ആണ്. ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 എക്സാമിന് ചോദിച്ചാൽ എഴുതുക. ഇനി വാർഷിക റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും പാർലമെന്റിന് സമർപ്പിക്കണം. ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഇത് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിച്ചേ, കേന്ദ്ര ഗവൺമെന്റ് വാർഷിക റിപ്പോർട്ടും അതിലെ ശുപാർശകളിൽ കേന്ദ്ര ഗവൺമെന്റിന് ബാധകമായവയിൽ എടുത്ത നടപടികളുടെ ഒരു മെമ്മോറാണ്ടവും ഏതെങ്കിലും ശുപാർശകൾ അംഗീകരിക്കാത്തതിന്റെ കാരണങ്ങളും ഓഡിറ്റ് റിപ്പോർട്ടുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും വെക്കേണ്ടതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെച്ച ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് വാർഷിക റിപ്പോർട്ട് സെക്ഷൻ 12 സെക്ഷൻ 13 അത് വളരെ കൃത്യമായിട്ട് പാർലമെന്റിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ സബ്മിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? വാർഷിക റിപ്പോർട്ട് വെക്കണം, ഓഡിറ്റ് റിപ്പോർട്ട് വെക്കണം. ആ റിപ്പോർട്ടിലെ ശുപാർശകളിൽ മേൽ എന്തൊക്കെ നടപടികൾ കേന്ദ്ര സർക്കാർ എടുത്തു അല്ലെങ്കിൽ എടുക്കാൻ തീരുമാനിച്ചു എന്നും ഏതൊക്കെ ശുപാർശകൾ എന്ത് ചെയ്യുന്നു, നിരസിക്കുന്നു, എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നും ഒരു മെമ്മോറാണ്ടം കൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതും ആണ്. ഓക്കെ, ഇനി കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ എന്നിവരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 1860 45 വകുപ്പ് പഴയ IPC പ്രകാരം 21 വകുപ്പ് പ്രകാരം പൊതുസേവകരായി പബ്ലിക് സർവൻസ് ആയിട്ടാകും കണക്കാക്കുക. അപ്പൊ മനസ്സിലാക്കുക, സെക്ഷൻ 15 വകുപ്പ് 15 പറയുന്നു, ഈ പറയപ്പെട്ട ദേശീയ വനിതാ കമ്മീഷനിലെ ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ ചെയർപേഴ്സൺ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ. അപ്പൊ
അപ്പോ ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി, മറ്റു ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ ദേശീയ വനിതാ കമ്മീഷനിലെ ഈ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ചെയർപേഴ്സണെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 21 പ്രകാരം പബ്ലിക് സർവൻസ് ആയിട്ട്, പൊതുസേവകരായി, സർക്കാർ ഉദ്യോഗസ്ഥരായി, പബ്ലിക് സർവൻസ് ആയിട്ടായിരിക്കും കണക്കാക്കുക. സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ കമ്മീഷനുമായി ആലോചിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 16. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പോളിസികളിലും, എല്ലാ നയപരമായ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ ദേശീയ വനിതാ കമ്മീഷനുമായി കൂടിയാലോചിക്കണം. സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ കമ്മീഷനുമായി ആലോചിക്കണമെന്ന് പറയുന്ന സെക്ഷൻ 16, വകുപ്പ് 16 പറയുന്നു. കൃത്യമായി കേന്ദ്ര സർക്കാർ സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരുമായി, കമ്മീഷനുമായിട്ട് കൂടിയാലോചിക്കണം. വകുപ്പ് 16 പ്രതിപാദിക്കുന്നു. ഇനി ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം വഴി നിയമങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് 17. ആകെ 5 ചാപ്റ്റേഴ്സ്, 5 അധ്യായങ്ങളും 17 വകുപ്പുകളും സെക്ഷൻസും മാത്രമുള്ള ഒരു നിയമമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവസാനത്തെ വകുപ്പ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരം വകുപ്പ് 17 പറയുന്നു, ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം വഴി നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ കൊണ്ടുവരാം. സെക്ഷൻ 17 പറയുകയാണ്. നോക്കാം, ഈ നിയമപ്രകാരം ഉണ്ടാക്കുന്ന ഓരോ ചട്ടവും അഥവാ റൂൾസ് അത് ഉണ്ടാക്കിയ ഉടൻ തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും മുന്നിൽ വെക്കേണ്ടതാണ്. അപ്പോ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം വകുപ്പ് 17 പറയുന്നു, ഈ നിയമം സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാൻ വകുപ്പ് 17 പ്രകാരം കേന്ദ്ര സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കും. അത്തരത്തിൽ കൊണ്ടുവരുന്ന ഏതൊരു ചട്ടവും എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും മുമ്പിലായി വെക്കേണ്ടതാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ആകെ 30 ദിവസത്തേക്ക് ഇത് വെക്കണം. ഇത്തരത്തിൽ ഈ നിയമം സംബന്ധിച്ചുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന ചട്ടങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. 30 ദിവസം പാർലമെന്റ് സമ്മേളനം നടക്കുന്ന 30 ദിവസത്തേക്കാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് അതിലുണ്ടാവുന്ന നടപടി? ഈ 30 ദിവസം ഒന്നോ അതിലധികമോ തുടർച്ചയായ സമ്മേളനങ്ങളിൽ ആവാം. ഒന്നോ അതിലധികമായ തുടർച്ചയായ സമ്മേളനങ്ങളിലാവാം. അങ്ങനെ വെച്ചതിന് ശേഷം തൊട്ടടുത്ത സമ്മേളനം കഴിയുന്നതിന് മുൻപോ അല്ലെങ്കിൽ ആ തുടർച്ചയായ സമ്മേളനങ്ങൾ കഴിയുന്നതിന് മുമ്പോ ഇരുസഭകളും ആ ചട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ല എന്ന് സമ്മതിക്കുകയോ ചെയ്താൽ ആ ചട്ടം പിന്നീട് ആ മാറ്റം വരുത്തിയ രൂപത്തിൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിയമത്തിലെ വകുപ്പ് 17 പറയുന്നു, ഈ നിയമം സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു വകുപ്പ് 17. അത്തരത്തിൽ ഈ നിയമത്തിന്റെ ഏതെങ്കിലും വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ രാജ്യത്തെമ്പാടും ഈ നിയമത്തിലൊരു ചട്ടം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. അത് പാർലമെന്റിന്റെ ഇരുസഭകളിലും വെക്കണം. 30 ദിവസത്തേക്കാണ് സഭാ സമ്മേളനത്തിന്റെ 30 ദിവസത്തേക്ക് സബ്മിറ്റ് ചെയ്യണം. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇത് ചർച്ച ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും മാറ്റങ്ങളും മറ്റും നിർദ്ദേശിക്കുകയും ഇരുകൂട്ടരും ആ മാറ്റങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ ആ മാറ്റത്തോടു കൂടി മാത്രമേ ആ ചട്ടം പ്രാബല്യത്തിൽ വരൂ. ഇനി അങ്ങനെ അല്ല, അങ്ങനെ വെച്ചതിന് ശേഷം തൊട്ടടുത്ത സമ്മേളനം കഴിയുന്നതിന് മുൻപോ അല്ലെങ്കിൽ ആ തുടർച്ചയായ സമ്മേളനങ്ങൾ കഴിയുന്നതിന് മുൻപോ ഇരുസഭകളും ആ ചട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ല എന്ന് സമ്മതിക്കുകയോ ചെയ്താൽ ആ ചട്ടം പിന്നീട് ആ മാറ്റം വരുത്തിയ രൂപത്തിൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ. അതായത് ഒരു സമ്മേളനമോ ഒന്നിലധികം സമ്മേളനം എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും ഒരേ സമയം മീറ്റിംഗ് കൂടുന്ന കാലവും ഉണ്ട്. ഒരു സമയത്ത് ലോക്സഭ മീറ്റിംഗ് നടക്കുന്നു, പിന്നീട് രാജ്യസഭ നടക്കുന്ന സമയവും ഉണ്ട്. അപ്പോൾ അതിനെയാണ് പ്രത്യേകം മെൻഷൻ ചെയ്തത്. അപ്പൊ അത്തരത്തിൽ ഇരുസഭകളും ആ ചട്ടത്തിൽ മാറ്റം വരുത്താൻ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ, ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ല എന്നാണെങ്കിൽ അങ്ങനെ, മാറ്റം വരുത്തണമെന്ന് പൊതുവായി തീരുമാനിച്ചാൽ മാറ്റം വരുത്തിയ ശേഷം മാത്രമേ ആ ചട്ടം നിലവിൽ വരൂ. അപ്പോൾ കോമൺ ആയിട്ട് എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതനുസരിച്ച് മാത്രമേ ആ ചട്ടത്തിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ചട്ടം വേണ്ട എന്ന് വെച്ചാൽ അത് പിന്നീട് നിലനിൽക്കില്ല. ചട്ടം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല. എന്നാൽ ഇങ്ങനെ മാറ്റം വരുത്തുന്നതിനോ
റദ്ദാക്കുന്നതിനോ മുൻപ് ആ ചട്ടം അനുസരിച്ച് ചെയ്ത കാര്യങ്ങൾക്ക് ഇതൊരു തടസ്സമാകില്ല. ചട്ടം വേണ്ട എന്ന് വെച്ചാൽ വേണ്ട എന്നതേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ മാറ്റം വരുത്തുന്നതിനോ റദ്ദാക്കുന്നതിനോ മുൻപ് ആ ചട്ടം അനുസരിച്ച് ചെയ്ത കാര്യങ്ങൾക്ക് ഇതൊരു തടസ്സമാവില്ല. അത് നിർത്തലാക്കി അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഏതു പ്രശ്നത്തിനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് 7827 170 170. 7827 170 170. 7827 170 170. 7827 170 170. ഓക്കെ, നമ്മള് വേഗത്തിലൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രധാന നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നായ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമമാണ്. വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു, ഈ രാജ്യത്ത് ദേശീയ വനിതാ കമ്മീഷൻ എന്ന നിയമാനുസൃത സ്ഥാപനം നിലവിൽ വരാൻ കാരണമായ നിയമമാണ്. 1990 VP സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് പിന്നീട് PV നരസിംഹറാവു കാലഘട്ടത്തിൽ ഇത് പാസ്സാവുന്നു. 1990 ഓഗസ്റ്റ് 30 വെങ്കിട്ടരാമൻ എന്ന പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. ആകെ 5 അധ്യായങ്ങൾ 17 വകുപ്പുകളാണ് ഈ നിയമത്തിൽ ഉള്ളത്. പ്രധാനമായും പ്രാരംഭികം ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം, വനിതാ കമ്മീഷന്റെ ചുമതലകൾ, 4 ഓഡിറ്റ്, ഫിനാൻസ്, അക്കൗണ്ട്സ്, 5 പലവക. അത്തരത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി 1992 ജാനുവരി മാസം 31 രൂപീകരിച്ചു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണെന്ന് പറഞ്ഞു. ഇത് പ്രവർത്തിക്കുന്നത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ്. നിലവിൽ അന്നപൂർണ ദേവിയാണ് മന്ത്രി. ഇതിന്റെ പ്രസിദ്ധീകരണം രാഷ്ട്ര, മഹിള, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ. വനിതാ ദിനം മാർച്ച് 8, ദേശീയ തലത്തിൽ ഫെബ്രുവരി 13, നിർഭയ ദിനം ഡിസംബർ 16. ഓക്കെ, ക്ലിയർ ആണ്. പ്രധാനമായും അധ്യായം 2 ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണം പറയുന്ന അധ്യായം 2 വകുപ്പ് 3 ക്ലോസ് 1 ആണ്. പ്രധാനമായും ഓർക്കുക, ആകെ ചെയർമാൻ ഉൾപ്പെടെ 6 പേര്, 1+5 എന്ന് പഠിക്കുക. ചെയർമാനും 5 അംഗങ്ങളും കൂടാതെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥയായ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടാവും. ഇവരെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജി സ്വീകരിക്കുന്നത്, ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നത് എല്ലാം കേന്ദ്ര സർക്കാർ എന്ന് പഠിക്കുക. മാത്രവുമല്ല, യോഗ്യത പഠിച്ചു, ചെയർപേഴ്സന്റെ യോഗ്യത പഠിച്ചു, അംഗങ്ങളുടെ യോഗ്യത പറഞ്ഞു, മെമ്പർ സെക്രട്ടറിയുടെ യോഗ്യത പറഞ്ഞു. അതുപോലെ നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ വിജയ കിഷോർ രഹത്കർ, ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. മാത്രമല്ല, കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷം 65 വയസ്സ്, 3 വർഷം 65 വയസ്സ്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, കാലാവധി തീരുമാനിക്കുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത് എല്ലാം കേന്ദ്ര സർക്കാർ എന്ന് തന്നെ പഠിക്കുക. വ്യത്യാസങ്ങളൊന്നുമില്ല. നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ 4 ക്ലോസ് 3, പാപ്പരാവുകയോ സദാചാര ലംഘന കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയോ പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോ തുടർച്ചയായി 3 മീറ്റിംഗുകളിൽ അനുമതി കൂടാതെ പങ്കെടുക്കാതെ ഇരിക്കുകയോ ചെയ്താൽ, മാനസിക അസ്വസ്ഥം ഉണ്ടായാൽ, അല്ലെങ്കിൽ ചെയർമാനോ മെമ്പറോ തൽസ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന് പൊതുജന അഭിപ്രായം രൂപപ്പെട്ടാലോ നീക്കം ചെയ്യാവുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട പദവി വഹിച്ച ആളുകളുടെ പേര് നമ്മൾ പഠിച്ചു. ജയന്തി പട്നായിക്, മോഹിനി ഗിരി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്, മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ, വിജയ കിഷോർ രഹത്കർ. അവിടെ എടുത്തു പഠിക്കേണ്ടത് 2 തവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് ഗിരിജ വ്യാസ്, രേഖ ശർമ്മ എന്നിവരാണ്. ഇനി ആദ്യമായി അംഗമായ പുരുഷൻ അലോക് റാവത്ത്. അതേസമയം മെമ്പർ സെക്രട്ടറി, ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ഉമാ പിള്ള, അവസാനത്തെ മെമ്പർ സെക്രട്ടറി മീനാക്ഷി നെഗി. ഇപ്പോൾ ആ വേക്കന്റ് പോസ്റ്റാണ് നിലവിൽ, ആ പോസ്റ്റ് വേക്കന്റ് ആണെന്ന് പറഞ്ഞു. സെക്ഷൻ 5 പ്രകാരം ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യണം. അവർക്കുള്ള ശമ്പള അലവൻസുകളും സെക്ഷൻ 6 പ്രകാരം കേന്ദ്ര സർക്കാർ തന്നെ നൽകേണ്ടതാണ്. മാത്രവുമല്ല, മുന്നോട്ട് പോയി വനിതാ കമ്മീഷൻ ഏറ്റെടുക്കുന്ന പ്രത്യേക വിഷയങ്ങൾക്ക് പ്രത്യേക കമ്മിറ്റികൾ സെക്ഷൻ 8 അഡ്ഹോക് കമ്മിറ്റി, സ്പെഷ്യൽ കമ്മിറ്റീസ് 8. സ്പെഷ്യൽ കമ്മിറ്റീസ് 8 പറഞ്ഞു, ആ കമ്മിറ്റികളിലെ അംഗങ്ങൾക്ക് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം, അവർക്ക് അലവൻസുകൾ ഉണ്ടാവും, പക്ഷെ വോട്ടവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. നടപടിക്രമങ്ങൾ, മീറ്റിങ്ങുകൾ കൂടാം, ചെയർമാൻ തീരുമാനിക്കുന്ന സ്ഥലത്ത് സമയത്ത്. വകുപ്പ് 9 പ്രകാരം മീറ്റിങ്ങുകൾ കൂടാം. ഇനി എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് മെമ്പർ സെക്രട്ടറിയുടെ ഒപ്പിലായിരിക്കും. ചുമതലകളെ കുറിച്ച് പറയുന്ന അധ്യായം 3 വകുപ്പ് ചുമതലകളെ കുറിച്ച് പറയുന്ന ദേശീയ വനിതാ കമ്മീഷനിലെ നിയമത്തിലെ വകുപ്പ് 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. നമ്മൾ ആ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചുമതലകൾ പറഞ്ഞിരുന്നു. പരാതികൾ പറഞ്ഞു, നേരിട്ട് പരാതികൾ നൽകാം, എഴുത്തിലൂടെ നൽകാം, വെബ്സൈറ്റിലൂടെ നൽകാം. അത്തരം പരാതികൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നും, സ്ത്രീകൾക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണെങ്കിൽ സ്വമേധയാ കേസെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു.
ഈ രാജ്യത്ത് ഉടനീളമുള്ള പരാതികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് പിന്നീട് പറഞ്ഞത്. ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. കേസ് അന്വേഷിക്കുമ്പോൾ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. 10 ക്ലോസ് 4 പഠിച്ചത്. അതെങ്ങനെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. രേഖകളുടെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഓഫീസിൽ നിന്ന് പൊതുരേഖകൾ, സത്യവാങ്മൂലം, തെളിവുകൾ, നിയമത്തിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, സാക്ഷികളെ വിസ്തരിക്കുന്ന കാര്യത്തിലൊക്കെ. ധനകാര്യ അക്കൗണ്ട് ഓഡിറ്റാണ് അധ്യായം 4 പഠിച്ചത്. 11 മുതൽ 14 വരെയാണ് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റുകൾ പറഞ്ഞ വകുപ്പ് 11. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഈ നിയമത്തിലെ ആവശ്യങ്ങൾക്കായി ഉചിതമെന്ന് കരുതുന്ന അത്രയും തുക ഗ്രാന്റായി നൽകുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. കമ്മീഷന്റെ നിയമപ്രകാരം ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉചിതമെന്ന് തോന്നുന്ന തുകകൾ ചിലവഴിക്കാം. അപ്പൊ 11 എന്ന സെക്ഷനിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ആയിട്ട് എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതേസമയം ഈ 12, 13, 14 വളരെ ഇമ്പോർട്ടന്റ്. 12 ഓഡിറ്റ് റിപ്പോർട്ടാണ്. CAG ആയിരിക്കും ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. വകുപ്പ് 12 പ്രകാരം. 13 പറഞ്ഞത് വാർഷിക റിപ്പോർട്ടാണ്. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കണം. വകുപ്പ് 13 പ്രകാരം വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. കേന്ദ്ര സർക്കാർ അത് പാർലമെന്റിൽ സമർപ്പിക്കുന്നു. സെക്ഷൻ 14 പോയാൽ പാർലമെന്റിന് വാർഷിക റിപ്പോർട്ട് കേന്ദ്രം സമർപ്പിക്കണമെന്ന് പറയുന്ന വകുപ്പ് 14. സെക്ഷൻ 15 നമ്മൾ പഠിച്ചു. ഈ നിയമപ്രകാരം ഇതിലെ ചെയർപേഴ്സൺ, അംഗങ്ങൾ, മറ്റു ഉദ്യോഗസ്ഥരെയെല്ലാം IPC പ്രകാരം വകുപ്പ് 21 പ്രകാരം എന്ത് ചെയ്യുന്നു? പൊതു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പൊതുസേവകരായി കണക്കാക്കുന്നു എന്ന് പറയുന്ന വകുപ്പ് 15. ഇനി എല്ലാ നയപരമായ വിഷയങ്ങളിലും വനിതാ കമ്മീഷനുമായി കേന്ദ്ര സർക്കാർ കൂടി ആലോചിക്കണമെന്ന് പറയുന്ന വകുപ്പ് 16. ലാസ്റ്റ് പഠിച്ച വകുപ്പ് 17. ഈ നിയമത്തെ സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്ന വകുപ്പ്, ചട്ടങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥകൾ കൊണ്ടുവരാമെന്ന് പറയുന്ന വകുപ്പ് 17 എന്ന സെക്ഷനാണ്. ഓക്കെ, അത് പാർലമെന്റിന്റെ ഇരുസഭകളിൽ വെക്കുകയും 30 ദിവസം അതിലധികം ദിവസങ്ങളിലായിട്ട് 30 ദിവസത്തേക്ക് വെക്കുകയും അതിലെ ചർച്ചകൾ അനുസരിച്ച് തീരുമാനമെടുത്തുകൊണ്ട് ചട്ടങ്ങൾ കൊണ്ടുവരികയോ കൊണ്ടുവരാതെ ഇരിക്കുകയോ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അവസാനമായി ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞു 7827-170-170. ഓക്കെ, അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിയമം, ദേശീയ വനിതാ കമ്മീഷൻ എന്ന സ്ഥാപനം നിലവിൽ വരാൻ കാരണമായ ദേശീയ വനിതാ കമ്മീഷൻ നിയമമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായി എഴുതാൻ സാധിക്കട്ടെ. നന്നായി പഠിക്കുക, കൃത്യമായി റിവൈസ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു വാച്ചിങ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.